ഇതും കൂടെ പൊട്ടട്ടെ. ഓക്കെ, എന്തായാലും ഇന്ന് രാത്രികാലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വളരെ ചുരുങ്ങിയ ക്ലാസ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ അതിന്റെ എല്ലാം എന്താ പറയുക ഒരു സമ്മറി പോലെയാണ് ഞാൻ തന്നു പോകുന്നത്. നമ്മൾ ഇൻഡെപ്ത് ടീച്ചിങ്ങിനകത്തോട്ട് നല്ല പോകുന്നത്. ഇൻഡെപ്ത് ടീച്ചിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റുകൾ മാത്രം നമുക്ക് ഒത്തിരി അതിന്റെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ എന്താ പറയുക, ബൈബിളിന്റെ അകത്ത് ഈ ക്യാപ്സ്യൂൾ പരുവത്തിൽ തന്നിട്ടുള്ള ഒരു ബുക്കാണ് ബുക്ക് ഓഫ് ജൂഡ് അല്ലെ, യൂദയുടെ ലേഖനം. അതൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ് തന്നേക്കുന്നത്, എല്ലാം കൂടെ അടങ്ങിയതുപോലെ. എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ് ഞങ്ങൾക്ക് ഇതിന് ഞാൻ തരുന്നത്. നിങ്ങൾക്കത് കൂടുതൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം തരുന്ന വിവേകം ഞാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ സാഹചര്യം ലഭ്യമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ ഒന്നിന്റെ കാര്യം ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് എഫെസ്യ ലേഖനത്തിന്റെ അകത്താണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി, ആത്മീയ യുദ്ധത്തിന് വേണ്ടി നമ്മളുടെ ജീവിതം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗം ചിന്തിച്ചത്. ഒന്ന് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്പിരിറ്റ്സ് ഓഫ് പ്രിൻസിപ്പാലിറ്റി അല്ലെ, നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം സ്പിരിറ്റ് ഓഫ് അതോറിറ്റി, പിന്നെ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് അൺസീൻ റിലം. 4 സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ വായിക്കുവാനിടയായി. അതിനകത്ത് ആദ്യത്തെ മാത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത് അല്ലെ, സ്പിരിറ്റ് ഓഫ് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകൾ, ദേശത്തിന്റെ മേലുള്ള വ്യാപാരികൾ, ദേശത്തിന്റെ മേലുള്ള അധികാരങ്ങളെ കുറിച്ച് നമ്മൾ അതിൽ ചിന്തിക്കുകയും നമ്മൾ വായിക്കുകയും ചെയ്തു. ഞാൻ ഇന്നത്തെ ഒരു സെഷൻ കുറച്ചും കൂടെ സ്പീഡിലായിരിക്കും പോകുന്നത്. കാരണം ഒത്തിരി അതിനകത്തുള്ളത് കൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് പ്രയോജനമായി മാറും. അടുത്ത സെഷൻ ഒരു സെഷൻ കൂടെ ഉള്ളൂ. അടുത്ത ഒരു സെഷന്റെ അകത്ത് ഒരു ഹാഫ് ആൻ അവർ ഞാൻ കൺക്ലൂഡിങ് സെഷൻ പോലെ എടുത്തിട്ട് എന്താ പറഞ്ഞ കുറച്ചും കൂടെ ഈ സ്പിരിച്വൽ വാർഫെയറിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും, എന്തൊക്കെ നമ്മൾ യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാന്നുള്ളതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ ഡെലിവറീസ് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിപ്പിക്കുമ്പോൾ ഇത് കണ്ട് നിങ്ങൾ ആരും ഭയപ്പെടാനോ പേടിച്ച് അടുത്ത ക്ലാസ്സിൽ കയറാതിരിക്കരുത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നാട്ടിൽ ദേവദാസന്മാർ കൂടെ ഇങ്ങനെ രാത്രി യാത്ര ചെയ്തപ്പോൾ നടന്ന ചില സംഭവങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ രാത്രി സംസാരിക്കും നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതെ മനുഷ്യൻ ഉറക്കം പോലും വരത്തില്ല. ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല. എല്ലാവറ്റെയും ജയിക്കുന്ന ജയമാണ് നമ്മുടെ ജയം. എല്ലാറ്റിനെയും ജയിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് അവസാനം നാളെ അടുത്ത സെഷൻ നിങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ഭയമായി തന്നെ അകത്ത് നിലനിൽക്കും. അതുകൊണ്ട് അടുത്ത സെഷനും കൂടെ വന്ന് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ച് അതിനൊരു ഡെലിവറീസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ അടുത്തതായ സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്പിരിറ്റ് ഓഫ് പ്രിൻസിപ്പാലിറ്റീസ്, ദേശത്തിന്റെ പേരുള്ള അശുദ്ധ മണ്ഡലങ്ങളെ കുറിച്ചും സാത്താനിക സൈന്യങ്ങളെ കുറിച്ചും നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓടിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ് എന്താണ്? സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ് മലയാളത്തിൽ വായിക്കുമ്പോൾ അധികാരങ്ങൾ. ഓക്കെ, അധികാരികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മേൽ ചിലതിന് അധികാരമുള്ളതാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ ദ വൺ വിച്ച് ഹാസ് പവർ അല്ലെ. ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ അതിന് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദ സ്പിരിറ്റ് ഹാസ് അതോറിറ്റി ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓവർ അസ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മതലത്തിലും നമ്മുടെ ശാരീരിക മണ്ഡലത്തിലും നമ്മുടെ മേൽ അധികാരമുള്ളതും അതേപോലെ ലീഗൽ റൈറ്റ്സ് ഉള്ള സാധനമാണ് ഈ സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട ദേശാധിപതിക ശക്തികൾ എന്ന് പറയുമ്പോൾ ദേശാധിപതികൾ ശക്തികളുടെ നമ്മുടെ മേൽ അതിന് അധികാരമില്ല. പക്ഷെ ആ ദേശത്തിൽ അത് വാഴുന്നത് കൊണ്ടും ആ ദേശത്തിന്റെ അകത്ത് അതിന്റെ എന്താ പറഞ്ഞ റൂളിംഗ് ഉള്ളത് കൊണ്ടും നമ്മൾ ആ ദേശത്തിന്റെ അകത്തും ആ സാഹചര്യത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നത് അതിന്റെ അകത്തോട്ട് കയറി പോകുന്ന സാഹചര്യം. എന്നാൽ സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ് പറയുമ്പോൾ ഇത് നമ്മുടെ മേൽ അതോറിറ്റി ഉള്ള ലീഗൽ റൈറ്റ്സ് ഉള്ള ആത്മാക്കളാണ്. എങ്ങനെയാണ് ഈ സ്പിരിറ്റുകൾ നമ്മുടെ ശരീരത്തിന്റെ മേൽ ലീഗൽ റൈറ്റ്സ് അതിന് ലഭ്യമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ,
താഴ്ന്നു നോക്കുമ്പോൾ evil spirit that gains influence when a person gives them access through sin or open doors. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ ചില പാപങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം ശരീരത്തിൽ നമ്മുടെ അകത്തേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകളാണ് ഈ അതോറിറ്റി എടുക്കുന്ന സ്പിരിറ്റുകൾ. ചില സാഹചര്യങ്ങൾ മുഖാന്തരം, ചില നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ മുഖാന്തരം, നമ്മുടെ പാപങ്ങൾ മുഖാന്തരം, നമ്മുടെ അറിയായ്മകൾ മുഖാന്തരം നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ചില സ്പിരിറ്റുകളുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ആത്മീകനെല്ലാം ആത്മാവിൽ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും സ്വാഭാവികമല്ല. അത് എന്താ പറയുക, സാധ്യത അതിന് മുമ്പിലെല്ലാം വളരെ ശക്തമേറിയ ഗൗരവമേറിയ ആത്മതലത്തിലെ കാര്യങ്ങൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയും അത് നമ്മൾ പഠിക്കുകയും അതിന്റെ അകത്ത് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞ നിങ്ങൾ അറിവില്ലാത്തത് കൊണ്ട്, ആത്മതലത്തെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളുടെ ആത്മകണ്ണ് തുറക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് നമ്മുടെ അറിവുകൾ നമുക്കിതിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓക്കെ, അപ്പൊ evil spirit that takes influence നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ലഭ്യമാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിക്കും. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, neither give place to the devil. നിങ്ങൾ ഒരിക്കലും ശത്രുവിന് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു പിശാച് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന് അതോറിറ്റി റൈറ്റ്സ് കൊടുക്കരുത് എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് കാര്യം മനസ്സിലാക്കണം. മത്തയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, അശുദ്ധ ആത്മാവ് ഇറങ്ങിപ്പോയി അതെന്ത് ചെയ്യുന്നു, ചുറ്റിത്തിരിഞ്ഞോ അതിന് സമാധാനം ലഭിക്കാതെ തിരികെ വരുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ആ ഭവനത്തിൽ കയറി അത് തന്റെ ഭവനം എന്ന് പറയുന്നു. സത്യത്തിൽ അശുദ്ധാത്മാ ഒരു മനുഷ്യനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ദൈവത്തിന്റെ ശരീരം, ദൈവത്തിന്റെ മന്ദിരം എന്നാണ് നമ്മുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ തിരിച്ചു വന്നത് അകത്ത് കയറിട്ട് എന്താ പറഞ്ഞത്, ഞാൻ വിട്ടുവന്ന് എന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പം അവന്റെ ഭവനമായി എങ്ങനെയാ മാറിയത്? നമ്മൾ കൊടുത്ത ലീഗൽ റൈറ്റ്സ് ആണ് അതിന്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇറങ്ങിപ്പോകുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, വീണ്ടും തിരിച്ചു വരുവാൻ നമ്മൾ അവസരം കൊടുത്താൽ ഒന്ന് പോയി 7 കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ദൈവം അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിശാചിന് സ്ഥാനം കൊടുക്കരുത്. ഓക്കെ, വാട്ട് ആർ ദ വേസ് ദ ഡീമൻസ് എൻ്റർ? നമ്മുടെ ശരീരത്തിൽ ശത്രു എങ്ങനെയാണ് കയറുന്നത്, അവന് എങ്ങനെയാണ് ലീഗൽ റൈറ്റ്സ് അതോറിറ്റി നമ്മുടെ ശരീരത്തിന് മേൽ ലഭ്യമാകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഗൗരവമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. ബൈബിളിന്റെ അകത്തുള്ള വചനങ്ങൾ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 10-25 വർഷ ശുശ്രൂഷയ്ക്കകത്ത് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുകയും യവനക്കാടിൽ ശുശ്രൂഷിക്കുകയും എന്റെ പപ്പയ്ക്കും എന്റെ വലിയപ്പയ്ക്കും എല്ലാം ഈ ശത്രു പൈശാചിക മണ്ഡലത്തിന്മേൽ ഒത്തിരി അധികാരമുള്ളവരാണ്. എന്റെ പപ്പായെന്ന് പറഞ്ഞാൽ ഞങ്ങള് സോഫയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കറുത്ത രൂപം വീട്ടിനകത്തോട്ട് കയറി പോകുന്നത് പപ്പ കാണും. കണ്ടിട്ട് ഇങ്ങനെ സാധാരണ മനുഷ്യ സംസാരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് പോലെ ആരുടെ സ്ഥാനത്തിനെതിരെ ഇറങ്ങി പോകാൻ പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലൊക്കെ പപ്പ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന്റെ അകത്തും വചനം പഠിപ്പിക്കുന്ന അറിവിലാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വായിച്ചിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ വെറുതെയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതും കൂടെ ഒരു ഡോറാണ് അതിനകത്ത് കയറാൻ. ഓക്കെ, ഈ വചന അറിവില്ലായ്മയും അതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, സത്യം അറിയുമ്പോൾ സത്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വാതന്ത്രനാക്കുന്നു. ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്നാണ് വചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് വഴികൾ നമ്മളെ ശത്രു നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കയറുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കോമൺ എൻട്രി പോയിന്റ് ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. എന്നിട്ട് ബിബ്ലിക്കലിന്റെ അകത്ത് എത്ര തന്നെ ഉണ്ടെന്ന് പറയും. അതിന്റെ അകത്ത് ഒരു കാര്യം മാത്രം ഞാൻ ഇന്ന് എടുത്തു പറയും. കാരണം എല്ലാം പറയാനുള്ള സമയ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് എടുത്തു പറയും. ഓക്കെ, കോമൺ എൻട്രി പോയിന്റ് ഓഫ് സെറ്റൻസ്. ഒന്ന്, ആദ്യത്തെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസയേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമുക്കുണ്ടാകുന്ന എന്താ പറഞ്ഞ ശാരീരികമായ ജഡീകമായ മോഹങ്ങൾ, സെക്ഷുവൽ ഡിസയേഴ്സ്, അത് ഒന്നാമത്തെ എൻട്രിയാണ്. ഏറ്റവും കൂടുതൽ പിശാച് ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തികളെയും സ്വാധീനിക്കാൻ അവൻ കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഡോർ എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസയേഴ്സ് ആണ്. ശാരീരികമായി നമ്മൾ ചെയ്തില്ലെങ്കിലും ഈ പഴയ നിയമത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ താഴെ വരെ ഇപ്പൊ ചില കാര്യങ്ങൾ പറയാം. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അകത്ത് യേശുവിന്റെ കാലഘട്ടത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാപം വ്യഭിചാരം ചെയ്യുന്നവരെ സ്ത്രീകൾ മാത്രമേ നമ്മൾ വ്യഭിചാരി എന്ന് ചെയ്യത്തുള്ളൂ, മുദ്രയിടത്തുള്ളൂ. പുരുഷന്മാരെ നമ്മൾ അറിയുന്നില്ല. പുതിയ നിയമത്തിൽ യേശുവിന്റെ അടുക്കിലേക്ക് ഒരു വ്യഭിചാരിയെ കല്ലെറിയാൻ കൊണ്ടുവരിക അല്ലേ?
കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ എന്റെ അതിനകത്ത് ഭയങ്കര രസകരമായ കാര്യമാണ്. കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ യേശു ചോദിക്കുകയാണ്, എടാ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം എന്ത് ചെയ്യുക, കല്ലെടുക്കുക. ഞാനിത് പഠിച്ചുകൊണ്ടിരുമ്പോ ഞാൻ പലരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ അവര് പറഞ്ഞ കാര്യം കൊണ്ട് ഞങ്ങൾ ഇവരെ എത്തിയിട്ടു, ഇവളെ കയ്യോടെ പിടിച്ചു അല്ലേ? എന്റെ ചോദ്യം, ഈ കയ്യോടെ പിടിക്കുന്ന സ്ഥലത്ത് അച്ചായന്മാർക്ക് എന്തായിരുന്നു പണി? നമ്മൾ ആരും ചിന്തിക്കത്തില്ലല്ലോ, കയ്യോടെ പിടിക്കുന്ന അച്ചായന്മാർക്ക് എന്തായിരുന്നു പണി? രണ്ട് പിടിച്ചപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, ഇവിടെ കൂടെ വന്നിട്ട് പുരുഷന്മാരെന്ത് ചെയ്യും? അപ്പൊ പഴയ നിയമത്തിന്റെ അകത്ത് നമ്മൾ ഈ അങ്ങനെ സ്ത്രീകളെ മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് യേശു പുതിയ നിയമത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, പുരുഷന്മാരോട് പറഞ്ഞ്, മോനെ അവള് ചെയ്താൽ മാത്രം വ്യഭിചാരം ചെയ്തിട്ടാകത്തുള്ളൂ, നീ ഇനി ചിന്തിച്ചാൽ പോലും നീ അവൾ എന്ത് ചെയ്തു, വിഭജിച്ചു എന്ന് പുരുഷന്മാർക്കിട്ട് കർത്താവ് നിയമം മാറ്റി കൊടുത്തേ. ഓക്കെ, അതിലേക്ക് ഞാൻ വരിക, ഞാൻ താഴോട്ട് വരാം നമുക്ക്. അപ്പൊ അത് ചിന്തിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം, അവൻ നമ്മുടെ അകത്ത് കയറാൻ, നമ്മുടെ അകത്ത് അതോറിറ്റി എടുക്കുന്നത്, അധികാരം കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, പിശാച് നമ്മുടെ അകത്ത് കയറുകയല്ല, ഇത് നമ്മൾ വിളിച്ചു വരുത്തുകയാ, അധികാരം കൊടുക്കുക, എൻട്രി കൊടുക്കുക. പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകളെ കുറിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മുടെ മേൽ അതോറിറ്റി എടുക്കുന്നു. ജെയിംസ് യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, രണ്ടാമത് എൻവി, ജലസി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മറ്റവരുടെ പേരുള്ള നമ്മുടെ എനിമിറ്റി, ഇതെല്ലാം പിശാചിന് നമ്മുടെ അകത്ത് കയറാനുള്ള അധികാരമാണ്. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ ഐഡലട്രി. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങൾ, ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുത്. വിഗ്രഹ ആരാധനകൾ. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ ലിറ്ററലി വിഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മുടെ ആരെങ്കിലൊക്കെ, നമ്മുടെ മുൾപിതാക്കൾ ആരെങ്കിലൊക്കെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേരിൽ ആരെങ്കിലൊക്കെ ചെന്ന് അമ്പലത്തിൽ നമ്മുടെ പേരിൽ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ അകത്ത് നമ്മൾ അറിയാതെ പിശാചിന് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കൊടുക്കുന്ന എൻട്രികളാണ്. ഓക്കെ, 4 നമ്മൾ വായിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ലൈ, ഡിസെപ്ഷൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവനെന്ത് ചെയ്യുന്നു, പോഷ്ക് പറയുന്നവനും പോഷ്കിന്റെ പിതാവുമായിരിക്കുന്നു. അപ്പം നമ്മൾ കള്ളത്തരം നിസ്സാരമെന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാണിച്ച പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനതൊരു ഉദാഹരണം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. ഒരുവൻ പോയി 7 വിളിച്ചിട്ടുണ്ട്. ഓരോ തെറ്റുകളും ഓരോ പാപനംശങ്ങളും അതിന്റെ മേൽ അധികാരം ലഭ്യമായ അശുദ്ധാത്മാക്കളുണ്ട്. അപ്പൊ നമ്മൾ കള്ളം പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആ കള്ളം പറയുന്ന, പോഷ്ക് പറയുന്ന പിശാചിന് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ എൻട്രി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മീകൻ തന്റെ വാക്കുകൾ വളരെ ഗൗരവമായി സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ പിള്ളേരുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ചർച്ചിന്റെ അകത്തും ആരെങ്കിലൊക്കെ ഇപ്പോ ഒരാൾ വരികയാണ്, നമ്മൾ ഒരാളെ പറഞ്ഞു 9:30 മണിക്കിടെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിന്റെ അകത്ത് ഒരു അരമണിക്കൂർ ദൂരം കൊണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഒരു 9:15 അവരെ വിളിക്കും. 9:15 വിളിക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലില്ല. എന്നാൽ പെട്ടെന്ന് നമ്മളോട് വെപ്രാളത്തിൽ പറഞ്ഞാൽ മെട്രോ കയറി 10 മിനിറ്റിനകത്തും. അപ്പൊ 10 മിനിറ്റിനകം എത്തുമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. അപ്പൊ 9:15 കഴിഞ്ഞ് 10 മിനിറ്റ് വെച്ചുമ്പോൾ നമ്മുടെ എന്താ പറഞ്ഞേ, 10 മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തിരികെ വിളിക്കാൻ നമുക്ക് തോന്നും. 10 മിനിറ്റ് തിരിച്ച് നമ്മൾ വിളിക്കും. 10 മിനിറ്റ് തിരിച്ച് വിളിക്കുമ്പോൾ എന്താ പറയും, പക്ഷെ താരം മെട്രോയിൽ നിന്ന് ഇറങ്ങുന്നെന്ന് പറയും. പക്ഷെ അവൻ ആ സമയത്ത് കയറുന്നേ ഉള്ളൂ. അപ്പം മെട്രോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ എന്റെ ഭവനത്തിൽ എത്തുവാൻ. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞ് കാണാതെ പിന്നെയും വീട്ടിൽ ഞാൻ വിളിക്കും. അപ്പൊ അരമണിക്കൂറിനകം ഞാൻ വിളിച്ചപ്പോഴേ സത്യം പറയുമായിരുന്നെങ്കിൽ, അച്ഛാ ഞാൻ ഇറങ്ങേണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അരമണിക്കൂർ കൂടുതലാകുമെന്ന്. പക്ഷെ കള്ളം പറഞ്ഞതുകൊണ്ട് വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും അത് മറക്കലിലേക്ക് വരുന്നു. വീണ്ടും നമുക്ക് കള്ളം പറയേണ്ടി വരുന്നു. അപ്പം സ്പിരിറ്റ് ഓഫ് ലൈ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് ആ രീതി കൺട്രോൾ ചെയ്യും. ഓക്കെ, 5ാമത്തെ കാര്യം സ്പിരിറ്റ് ഓഫ് ഗ്ലൂട്ടനി. സോറി, ഈ ഫുഡ് അഡിക്ഷൻ, പ്രോവേർബ്സ്. ഇതൊക്കെ ഒരു ആത്മാവാണോ എന്ന് നമ്മൾ വിചാരിക്കും. ഇതാണ് ഏറ്റവും വലിയ ആത്മാവ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചുതരാം. ഓക്കെ, എന്താ പറയാ, പ്രോവേർബ്സ് ചാപ്റ്റർ 23:20-21. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സ്പിരിറ്റ് ഓഫ് ഗ്ലൂട്ടനി. ചിലർക്കെല്ലാം ആഹാരം കണ്ടാൽ ജീവിതത്തിൽ ഉപസിക്കാത്ത വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്. ഉപവാസം കേട്ടാൽ തന്നെ ഓടുന്ന വ്യക്തികളുണ്ട്. ഞായറാഴ്ച ഒരു നേരം ഉപവസിച്ചാൽ പോലും എന്താ പറഞ്ഞത് 4 ചായ കുടിക്കുന്ന വ്യക്തികളുണ്ട്. ഞങ്ങളുടെ യൂത്ത് ചർച്ചിന്റെ അകത്ത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു 3 days ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചു. അപ്പൊ 3 days ഞാൻ പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു, 3 days മസ്റ്റായിട്ട് എല്ലാവരും ഉപവസിച്ചിരിക്കണം. ഒറ്റ വരുത്തം പോലും കഴിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ദിവസം രാവിലെ ഫസ്റ്റ് സെഷൻ തുടങ്ങുകയാണ്. ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കുക. പിള്ളേരെല്ലാം കയറി വരിക. എല്ലാവരും കയറി വരുമ്പോൾ എല്ലാവരും 2 ലിറ്ററിന്റെ മാസ കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനെ എല്ലാവരും 2 ലിറ്ററിന്റെ ബോട്ടിലുണ്ട്. വന്നോടും നേരെ കശാര
മോട്ടർ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ജീവിതത്തിൽ ഉപവസിച്ചിട്ടില്ല. ചിലന്മാർ ഉച്ചയായപ്പോഴത്തേക്ക് സൂപ്പിന്റെ പാക്കറ്റ് വാങ്ങിച്ച് സൂപ്പ് കലക്കിയാ കുടിക്കുന്നത്. അപ്പം ആഹാരത്തെ വെറുക്കാൻ കഴിയാത്തത്, അഥവാ ഉപവസിച്ചാൽ പോലും ആഹാരം കണ്ടു കഴിച്ചാൽ അച്ഛാ കുഴപ്പമില്ല അച്ഛാ, ഇത് ഇന്ന് തോരൊക്കെ ദൈവം ക്ഷമിക്കും. അപ്പം ഈ ഗ്ലൂട്ടനി എന്ന് പറഞ്ഞ ഒരു സ്പിരിറ്റ് ആണ്. ഈ ചിലർ കണ്ടിട്ടില്ല, ഇങ്ങനെ നരമ്പ് പോലെ ഇരിക്കും. 4 പ്ലേറ്റ് 5 പ്ലേറ്റ് ഫുഡ് കൊടുത്താൽ അങ്ങ് അടിച്ചു കയറ്റും. ഈ നമ്മളൊക്കെ ചോദിക്കുന്നത് അകത്തത്തിൽ വേറെ വല്ലവരും ഉണ്ടോ? സത്യമാണിത്. അയ്യോ, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആഹാരത്തോടുള്ള അമിത താല്പര്യം, അളവിന് അധികം കഴിക്കുന്നത്. ഞാന് പറഞ്ഞതില് തന്നെ വിചാരിക്കും, എന്റെ പരിചയത്തിൽ ഒരു ചെറുക്കനുണ്ട്. ഞാൻ അവനുമായിട്ട് ഒരു ദിവസം കല്യാണത്തിന് പോയപ്പോ അവൻ ആഹാരം കഴിച്ചിട്ട് അവൻ പോയി വിരലിട്ട് ഛർദ്ദിക്കുന്നു. പിന്നെ ഇപ്പത്തെ വീണ്ടും കഴിക്കുന്നു. വീണ്ടും വയറിന് കഴിയുമ്പോൾ വീണ്ടും വന്ന് വീണ്ടും കഴിക്കുന്നു. അവൻ പറയാ, അച്ഛാ മുതലെടുക്കണ്ട, എല്ലാം ടേസ്റ്റ് ചെയ്യണം, എല്ലാം വയറിനച്ച് കഴിക്കണം. അപ്പൊ ഇതൊക്കെ സ്പിരിറ്റ് ഓഫ് ഗ്ലുറ്റനി. ഇതൊക്കെ ഒരു അഡിക്ഷൻ ആണ്. ഇതൊക്കെ ഒരു സ്പിരിച്വൽ വാർഫെയർ ആയിട്ട് നമ്മൾ കാണണം. അതൊക്കെ നമ്മളെ അധികമായ എന്ത് ചെയ്യും, നമ്മുടെ സ്പിരിച്വൽ ഒരു മന്ദതയിലേക്ക് നമ്മളെ നയിക്കാനിടയാകും. ഓക്കെ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. ആ ഒരു സ്പിരിറ്റ് ഓഫ് ആങ്കർ. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒത്തിരി ഏകദേശം 10-20-30 മേഖലകളുണ്ട് വിശേഷം നമ്മുടെ അകത്ത് കയറുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന മേഖല മാത്രമേ അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നുള്ളൂ. 6ാമത് നമ്മൾ വായിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ആങ്കർ, റേജ്, എഫിഷ്യൻസ്. എഫീസ്യ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കോപങ്ങൾ, അമിതമായി വരുന്ന കോപങ്ങൾ, ഒന്ന് പറഞ്ഞ രണ്ടാമത് ദേഷ്യം, എന്താ പറയുന്നത്, ഭയങ്കര ടെമ്പേർഡ് ആണ്, ഷോർട്ട് ടെമ്പേർഡ്. നമ്മൾ പറഞ്ഞത് ഷോർട്ട് ടെമ്പേർഡ്. ഇങ്ങനൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു മോശെ. ഒറ്റ അടിക്ക് ഒറ്റ ചത്തുപോകാന്ന് പറഞ്ഞാൽ അവന്റെ അകത്തുണ്ടായിരുന്ന ദേഷ്യം നമ്മൾ നോക്കുകയും. എന്തുകൊണ്ടാണ് മോശയെ കർത്താവ് കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല? നിങ്ങൾക്ക് പലരും പല അതിന്റെ അഭിപ്രായങ്ങളും പല റെവലേഷൻ കാണുമായിരിക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഈ 40 വർഷം മുമ്പ് ഇവൻ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്നവനായിരുന്നു. ഇമോഷന്റെ അകത്താ അല്ലേ? ഒരുത്തൻ അവന് വേണ്ടി നിൽക്കുന്ന കണ്ടപ്പോൾ ഇമോഷണൽ ഡിസിഷൻ എടുത്തവൻ അടിച്ചു. എന്നാൽ അവസാനമാകുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, മോശെ ഇതിനോട് എന്ത് ചെയ്യണം? പാറയോട് സംസാരിക്കണം. എന്നാൽ അവിടെയും അവന്റെ അകത്ത് അതേ കോപം വീണ്ടും വരികയും ഇമോഷണലി ആണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം 40 വർഷം കൊണ്ട് ഒരു സെക്കൻഡ്, സോറി. സോറി, ഓക്കെ. അപ്പം എന്താ പറഞ്ഞത്, മോശയുടെ അകത്ത് 40 വർഷമായിട്ടും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തതിലും അവന്റെ ഇമോഷണൽ തലത്തിൽ അവനൊരു മാറ്റം ഉണ്ടായില്ല. ഇമോഷണൽ ഡിസിഷൻ എപ്പോഴും സ്പിരിച്വൽ ഡേഞ്ചർ ആണ്. കേട്ടോ, ഞാൻ ആ ഭാഗമൊക്കെ നമുക്ക് ഒത്തിരി കവർ ചെയ്യേണ്ട ഭാഗമാണ്. ഇമോഷണൽ ഡിസിഷൻ എടുത്ത് പോയവനാണ് അബ്രഹാം ഇമോഷണൽ ഡിസിഷന്റെ അകത്ത് ലോത്തിന്റെ കൂടെ കൊണ്ടുപോകുകയാണ്. എന്നാൽ ദൈവം അത് കഴിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നില്ല. ലോത്ത് അവനെ വിട്ട് പിരിയുമ്പോഴാണ് പിന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പം ഈ ഇമോഷണൽ ഡിസിഷനുകൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് ഒരിക്കലും ഉണ്ടാകരുത്. ഇമോഷണൽ ഡിസിഷൻ ആത്മീയനുള്ളതല്ല. ആത്മീയയുടെ ഡിസിഷനെ കർത്താവാണ് എടുക്കുന്നത്. പറഞ്ഞത് നമ്മൾ ഇമോഷണലി നയിക്കപ്പെടേണ്ടവരല്ല. ഇമോഷണൽ ഡിസിഷൻ, ആരെങ്കിലും ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ഇമോഷണൽ ഡിസിഷൻ. ഈ ജീവിതത്തിൽ അവനോട് സംസാരിക്കത്തില്ല, അവനടുത്ത് ഇരിക്കത്തില്ല. എന്നാൽ പിന്നെ അവന്റെ മുമ്പിലും പുറകിൽ കർത്തവേശം എടുക്കുകയും ചെയ്യും നമ്മൾ. ആ കൂട്ടരാണല്ലോ നമ്മളെല്ലാവരും. ഇമോഷണൽ ഡിസിഷൻസ്, എന്തെങ്കിലും ഒരു കാര്യം ഒരു അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ അവരോട് പ്രതികരിക്കുന്ന മേഖലകൾ അങ്ങനെയായിരിക്കും. അപ്പൊ ഇമോഷണൽ ഡിസിഷൻ, ആങ്കറിനകത്ത് അതെല്ലാം കോപമാണല്ലോ. കോപം ഒരു പാപമല്ല കേട്ടോ, പക്ഷെ കോപത്തിൽ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആ കോപത്തിന്റെ അകത്ത് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ നമ്മുടെ അകത്ത് കയറി എന്നുള്ളതിന്റെ തെളിവാണ്. ഓക്കെ. എന്റെ 7ാമത് സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവ്. ചിലർക്ക് ഭയമാണ് എപ്പോഴും. ഈ ഭയം എന്ന് മനുഷ്യനകത്ത് സ്വാഭാവികം ഉണ്ടെങ്കിലും ഭയത്തിന്റെ സ്പിരിറ്റ് ഉണ്ട്. ഈ ശിഷ്യന്മാർ കൂടെ യേശു ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടത് പറയാൻ കാരണങ്ങൾ ഉണ്ടായിട്ടാണ്. ഇപ്പം ഈ കടലിന്മേല് ശിഷ്യന്മാര് പടകിൽ പോകുന്ന സമയത്ത് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? കടലിൽ നടന്നു വരുന്നു. ഇവരെന്താണ് വിചാരിച്ചേ? എന്താന്ന് വെച്ചാൽ അശുദ്ധാത്മാവല്ലേ
പ്രേതം വരുന്നത് വിചാരിച്ചു. എന്തുകൊണ്ടാണ് വിചാരിച്ച കാരണം ഇവര് ലോകത്തിൽ അങ്ങനെ കേട്ടു വെച്ചിരിക്കുന്നത്. ലോകം നമ്മൾ പഠിപ്പിച്ച സെറ്റപ്പ് ഉണ്ട്. രാത്രിയാണോ എന്തെങ്കിലും ഒരു സാധനം അസാധ്യമായി മുമ്പിൽ കൂടെ നടന്നു വരുന്നത് എന്തുവാ ഈ കേട്ട അറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഭയം കൊണ്ട് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറിവ് വരും. ഇന്നലെ അച്ഛൻ ഒരു തലവേദന വന്നു, അത് ട്യൂമറായി, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അനാവശ്യമായ ഭയം. ചെറുതായിട്ട് കാലിന്റെ വീണാലും എന്തെങ്കിലും ലൈഫ് സംഭവിച്ചു പോകുവോ, ഞാനിങ്ങനെ ഇരുന്നു പോകുവോ, ചെറിയൊരു വയറ്റ് വേദന വന്നാൽ മതി, അയ്യോ ഇനി അത് ക്യാൻസർ ആണോ. അനാവശ്യമായ ഭയത്തെ നമ്മുടെ അകത്ത് കൊണ്ട്, ഈ ഭയം ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നീ ഭയപ്പെട്ടത് നിനക്ക് എന്ത് ചെയ്യും, സംഭവിക്കും. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ മേൽ വാഴ്ച ലഭിക്കും, അതിന് അധികാരമുണ്ടാക്കും. സ്പിരിറ്റ് ഓഫ് ഫിയർ 2 തിമോത്തി 1 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അപ്പൊ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നുള്ളതും അതും ഒരു ആത്മാവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ. 8 സ്പിരിറ്റ് ഓഫ് അഡിക്ഷൻ. 1 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാം അധ്യായം. നമുക്കൊരു ഒരു സാധനം, ഒരു സ്വഭാവം, ഒരു നേച്ചർ നമുക്ക് വിടാൻ കഴിയുന്നത്, നമ്മൾ അതിന് അഡിക്റ്റഡ് ആണ്. അത് ചിലപ്പം എന്താ പറഞ്ഞ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷൻ ആണല്ലോ. മൊബൈൽ അഡിക്ഷൻ, ഗെയിം, വീഡിയോ ഗെയിംസ്. 12ാം ക്ലാസ് പഠിച്ച ഒരു ചെറുക്കനോട് ഞാൻ ചോദിച്ചാണ്, വാട്ട് ഈസ് എ ഫ്യൂച്ചർ പ്ലാൻ, നീ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ പറഞ്ഞ വെച്ചാൽ 12 വർഷം ഞാൻ പഠിച്ചു, ഇനി 1 വർഷം ലീവ് എടുക്കാൻ പോവാം. എന്തിനാ? ഞാൻ ഓർത്ത് വല്ല പ്രിപ്പറേഷൻ ചെയ്യാനായിരിക്കും. 1 വർഷം ഇരുന്ന് ഗെയിം കളിക്കണോ? ഞാൻ പറഞ്ഞാൽ നീ വരെ ഗെയിം ഉണ്ടാക്കിയാൽ കിട്ടി കുഴപ്പമില്ല, 1 വർഷം അതിന് ഗെയിം കളിക്കണം. അപ്പൊ അതിനൊരു ഗ്യാപ്പാണ്. അപ്പം അതിനോടുള്ള അഡിക്ഷൻ, ഗെയിമിനുള്ള അഡിക്ഷൻ. ചിലർക്ക് മൂവീസ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇപ്പോഴും സഭായോഗത്തിൽ വരുന്നുണ്ടെങ്കിലും ശനിയാഴ്ച പാതിരാത്രി ആരും ഒരു സിനിമ കാണുന്നത് അച്ഛന് രാവിലെ വരാൻ പറ്റത്തില്ല. ഈ ഞങ്ങളുടെ ചർച്ചിന്റെ അകത്ത്, ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ല, നമ്മുടെ ചർച്ചിന്റെ അകത്ത് എന്താ പറയുക, ഒരു പ്രാവശ്യം പെട്ടെന്ന് നമ്മുടെ നെറ്റ്വർക്ക്, ലൈവ് ടെലികാസ്റ്റിൽ പോകുന്ന നെറ്റ്വർക്ക് സ്ലോ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ചെയ്ത് നെറ്റ്വർക്ക് ചെക്ക് ചെയ്തു. പാസ്റ്റർ പറഞ്ഞു, മോനെ ഡേറ്റ ചിലപ്പം എന്തായി, എത്ര സ്ലോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനെല്ലാം അഡ്മിൻ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്തതൊക്കെ നോക്കിയാണ് ഏകദേശം 300 GB ഡൗൺലോഡ് പോയത് ചർച്ചിന്റെ അകത്ത്, സഭായോഗത്തിന്റെ അറിവിൽ. പിന്നെ തപ്പിത്തപ്പേനെ വന്നപ്പോഴാണ് മനസ്സിലായ, ചർച്ചിലെ വന്ന ചെറുക്കന്മാരെല്ലാരും, നമ്മുടെ യവനക്കാർ പിള്ളേരെല്ലാം കൂടെ ചർച്ചിന്റെ അകത്ത്, സഭായോഗത്തിന്റെ അകത്ത് പ്രസംഗത്തിന്റെ സമയത്ത് എല്ലാരും കൂടി ഇരുന്ന് 2-3 മൂവി ഡൗൺലോഡ് ചെയ്തേക്കുക. ബാഹുബലി ആ സമയത്തൊക്കെ വന്നെത്തി. ചർച്ച വന്ന് ഫ്രീ വൈഫൈയില്. ഇപ്പോഴാണ് നെറ്റൊക്കെ ഇച്ചിരി കുറവായത്. 2-3 വർഷം മുമ്പൊക്കെ നെറ്റൊക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു അഡിക്ഷനാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്പിരിറ്റ് ലെവലിനകത്ത് ഓവർകം ചെയ്തില്ല. സിനിമ വിടാൻ കഴിയുന്നില്ല. ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരു അഡിക്ഷനാണ്, ചിലർക്ക് റിലേഷൻഷിപ്പ് ഒരു അഡിക്ഷനാണ്. എത്ര ശ്രമിച്ചാലും ഓപ്പോസിറ്റ് സെക്സുമായവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര അട്രാക്ഷൻ ആണ്, അഡിക്ഷൻ ആണത്. സിഗരറ്റ് വലിക്കുന്നതാകട്ടെ, വെള്ളം അടിക്കുന്നതാകട്ടെ, മദ്യപാനം, ഏത് കാര്യമാകട്ടെ, നമുക്ക് വിടാൻ കഴിയാതെ ഇതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ. ഇതിന്റെ അകത്ത് ഒരു സ്പിരിറ്റുകൾ, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റുകളാണ്. അതിങ്ങനെ എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? അതിന് നമ്മൾ അധികാരത്തിൽ തരുന്നുണ്ട്. ഓക്കെ. അത് സ്പിരിറ്റ് ഓഫ് അൺഫർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവം. എത്ര ശ്രമിച്ചാലും നമുക്ക് ചിലരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതും ഒരു സ്പിരിറ്റ് ആണ്. യേശുവിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവനാണ്. അപ്പം നമ്മളുടെ അകത്ത് ഈ ഒരു സ്പിരിറ്റ്, അൺഫർഗീവ്നെസ് സ്പിരിറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, ക്ഷമിക്കാൻ കഴിയുന്നില്ല. അപ്പനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ നിന്നെ കളിപ്പിച്ചിട്ട് പോയ ഭാര്യയാകാം, വിട്ടോണ്ട് പോയ നിന്നെ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ഈ പച്ച മലയാളത്തിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് തേച്ചിട്ട് പോയ ഗേൾ ഫ്രണ്ട് ആകാം, ബോയ് ഫ്രണ്ട് ആകാം. ഇതെല്ലാം ഒരു അൺഫർഗീവ്നെസ് നമ്മുടെ അകത്ത് പിശാച് ഇടുവാൻ നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന എൻട്രികളാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തുണ്ടാകും, ഈ സ്പിരിറ്റുകൾ കയറി നമ്മളെ ഭരിക്കാൻ ശ്രമിക്കും. നമ്മുടെ ലൈഫിന്റെ അകത്ത് ഇങ്ങനെ അൺസീൻ ലെവലിനെ നമ്മൾ കാണാതിരിക്കുന്നതുകൊണ്ടാണ് പല പ്രാവശ്യവും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ ബാധിക്കുന്നത്. ഇത്ര വർഷമായിട്ടും ആത്മതലത്തിൽ നമുക്ക് വളരാൻ കഴിയാത്തത്, ഫലം കായ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കച്ചനാർത്ഥത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലമാകണം. ഫലം പുറപ്പെടാത്തതിന്റെ കാരണം എന്താ? ഇലയുണ്ട്, വെള്ളമുണ്ട്, കൊടിയുണ്ട്, ചെടിയുണ്ട്, മരമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഫലം കായ്ക്കാത്ത കാരണം പറയുമ്പോൾ അൺസീൻ റിലവന്റ് അകത്ത് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന അധികാരമുള്ള ചില സ്പിരിറ്റുകൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പിരിച്വലി ഫ്രൂട്ട്ഫുൾനെസ് ആകാൻ കഴിയുന്നില്ല. ഓക്കെ.
അപ്പം ഇതിന്റെ അകത്ത് ഇപ്പൊ തന്നേക്കുന്നതിന്റെ അകത്ത് ഈ ആദ്യത്തെ മാത്രം സെക്ഷൽ ഡിസയർ മാത്രം ഞാൻ ഒരു ഭാഗം നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കും. കാരണം അതുപോലെ തന്നെ വിശദീകരിക്കേണ്ടതാണ് എല്ലാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സെക്ഷൽ ഡിസയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന ഈ കല്യാണം ആകാത്ത ചെറുക്കന്മാരെ, യൗവനക്കാരെയാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എത്ര പ്രായമായവനാലും എത്ര കല്യാണം കഴിഞ്ഞ് 3-4 കുഞ്ഞുങ്ങളുള്ളവനാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവന്മാരാണ് വൃത്തികെട്ടത്. സത്യത്തിൽ ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കുക. ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ തലമുറകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിന്റെ മേലെല്ലാം അയച്ചു വിടാതെ വണ്ണം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ നമുക്കുണ്ട്. ഓക്കെ, ബൈബിളിന്റെ അകത്ത് ഇനിയും പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ദ സ്പിരിറ്റ് കൺട്രോൾസ് മൈൻഡ് ആൻഡ് ഹാർട്ട്. നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും കൺട്രോൾ ചെയ്യുന്ന ചില സ്പിരിറ്റുകളുണ്ട്. എന്താ? ലൈയിങ് സ്പിരിറ്റ്. രാജാക്കന്മാരുടെ പുസ്തകം 22-22 വാക്യങ്ങളുടെ ആത്മാവ്. 2 തിമോത്തി 1:7 നേരത്തെ കാണുമ്പോൾ വായിച്ചല്ലോ. സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ജെലസി. ചിലരെ കാണുമ്പോൾ അസുഖ, ഒരുത്ത് നല്ല വീട് വെച്ചാൽ അസുഖ, ഒരുത്ത് നല്ല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് സഹിക്കത്തില്ല. ഇതെല്ലാം ദുഷ്ടാത്മാവാ കേട്ടോ. ഇതൊക്കെ ആത്മീക പക്വതയുടെ ഇതായിട്ട് നിങ്ങൾ കാണരുത്. ആത്മീയ പക്വതയില്ലായ്മയുടേതാണ് ഇതെല്ലാം. ഓക്കെ, നമ്പേഴ്സ് എന്താ പറയുന്നത്, ചാപ്റ്റർ 5:14 അകത്തുണ്ട് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ഡിപ്രഷൻ. ഹെവിനെസ് എന്ന് പറഞ്ഞ ഡിപ്രഷൻ ആണ്. നമുക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ട് പുറത്ത് വരാൻ കഴിയാതെ പോലെ എന്തോ ഒരു ഭാരം നമ്മളെ ഇട്ട് ഞെക്കുന്ന പോലെ നമ്മൾ അനുഭവിക്കുന്നത്. യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇതുണ്ട്. 5 പെർവേഴ്സ് സ്പിരിറ്റ്. യെശയ്യാ പ്രവചനം 19-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമുക്കിത് വായിക്കാൻ കഴിയും. അടുത്ത് നമ്മൾ 6-ാമത് വായിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് എറർ, ഡിസെപ്ഷൻ. ഏത് പരിപാടി ചെയ്താലും അതിന്റെ അകത്ത് തെറ്റുകൾ മാത്രം കാണുന്ന അതും ഒരു സ്പിരിറ്റ് ആണ് കേട്ടോ. ഒരു മനുഷ്യൻ നമുക്ക് എത്ര നല്ലത് ചെയ്താലും എത്ര ശുശ്രൂഷിച്ചാലും തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. 1 യോഹന്നാന്റെ പുസ്തകം 4:6 നമുക്ക് വായിക്കാൻ കഴിയും. സ്പിരിറ്റ് ഓഫ് സ്ലംബർ, സ്പിരിറ്റ് ഓഫ് ബ്ലൈൻഡ്നെസ്. എന്താ പറയുന്നത്, ആത്മീയ കുരുടുകൾ. നമുക്ക് ആത്മതലങ്ങളെ കാണാൻ കഴിയാതെ വണ്ണം, തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഈ എപ്പോ പ്രസവിച്ചാലും ഉറങ്ങുന്നത്, അതൊരു സ്പിരിറ്റാ. അതെന്താണ്? ആത്മതലങ്ങളെ അടച്ചിടുന്നതാണ്. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസിന്റെ മേഖലയാണ് അതൊക്കെ. ഓക്കെ, റോമാലേഖനം 11-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 8-ാമത് നമ്മൾ വായിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് ബോണ്ടേജസ്. ഓക്കെ, റോമാലേഖനം 8:15 സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. എല്ലാത്തിലും ഞാൻ ഇല്ലെങ്കിൽ അറിയായിരുന്നു, ഞാൻ പോയില്ലെങ്കിൽ അറിയായിരുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ അറിയായിരുന്നു, ഞാൻ ഉള്ളത് കൊണ്ടെല്ലാം രക്ഷപ്പെട്ടു. ഞാൻ എന്നുള്ള പ്രൈഡിന്റെ സ്പിരിറ്റുകൾ. പ്രോവേർബ്സ് ചാപ്റ്റർ 16 16-18 നമുക്കത് വായിക്കാൻ കഴിയും. 10-ാമത് നമ്മൾ വായിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് ഇൻഫെമിറ്റി. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഇൻഫെമിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഏത് കാര്യം ചെയ്താലും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, ഒരു ലാഭം കാണത്തില്ല, എല്ലാം നഷ്ടക്കച്ചവടം. അതും ഒരു സ്പിരിറ്റ് ആണ്. ഇതെല്ലാം നമ്മുടെ അകത്ത് എങ്ങനെ കയറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വായിക്കാം. അതൊക്കെ മനസ്സിലാക്കി തരാം. ഓക്കെ, അടുത്തത് സ്പിരിറ്റ് കൺട്രോൾസ് ബിഹേവിയർ. നമ്മൾ നേരത്തെ നോക്കിയത് നമ്മുടെ മൈൻഡിനെയും ഹാർട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്പിരിറ്റ് കൺട്രോൾസ് നമ്മുടെ സ്വഭാവങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചില ആത്മാക്കളുണ്ട്. എന്താണ്? 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്ന സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. എന്താ പറയുക, ശരീരങ്ങൾ. ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് കൂടെ നമുക്ക് ഇന്റിമസി ഉണ്ടാകേണ്ടതിന് നമ്മുടെ അകത്ത് ഉണ്ടാക്കുന്ന ആശകൾ, അവരെ കുറിച്ച് നമ്മളുടെ മനസ്സിന്റെ അകത്ത് വീണ്ടും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിള്ളേരോട് പറയാറുണ്ട്, ഫസ്റ്റ് ലുക്ക് ഈസ് നോട്ട് ബാഡ്, സെക്കൻഡ് ലുക്ക് ഈസ് ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രാവിലെ നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല ഭംഗിയാ ഒരുങ്ങിയ ഒരു ചെറുക്കനും ഒരു പെണ്ണൊക്കെ വരുന്നു. രാവിലെ കഴിച്ച് 1/2 മണിക്കൂർ പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് വരുന്നല്ലേ, കാണിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നേ. അത് കാണുന്നത് തെറ്റൊന്നുമില്ല, നമ്മൾ നടന്നു പോകുമ്പോൾ കണ്ടു, അത് തെറ്റല്ല. പക്ഷെ സെക്കൻഡ് ലുക്ക് ഇസ് ബാഡ്. സെക്കൻഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ പോയിട്ട് തിരിഞ്ഞു നോക്കുന്നതല്ല, വീട്ടിൽ വന്നിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മൾ നോക്കുന്നു. അതിനകത്ത് പച്ച ചുടുതാർ കൊള്ളാൻ കേട്ടോ, നാളെ നമുക്ക് ഇതേ സമയം പോയി നോക്കാം അവിടെ വരുന്നുണ്ടോന്ന്. അതാണ് സെക്കൻഡ് ലുക്ക്. ഇത് നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് ഏറ്റവും വലിയ പാപം. വീട്ടിൽ വന്നിട്ട് അന്ന് വന്ന ആരെങ്കിലും നമ്മുടെ അച്ചായന്മാർ, അമ്മാമ്മമാര്, ഈ ചിലരൊക്കെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ, സ്ത്രീകൾക്ക് ഫാന്റസി കുറവാണ് കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യം ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സംസാരിക്കുന്നില്ല, ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഓൺലൈൻ ഉള്ളതുകൊണ്ട്. ഓൺലൈൻ അല്ലാത്തൊരു ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഓപ്പണായിട്ട് സംസാരിച്ചത്. ഈ ആണുങ്ങൾക്ക് ഫാന്റസി കൂടുതലാണ്. ആണുങ്ങൾ പൊതുവെ എന്ത് ചെയ്യും, സ്ത്രീകളെ എന്താ പറയുക, നഗ്നമായി കാണത്ത വണ്ണം അവരൊത്തിരി
ഫാന്റസി ചെയ്യുന്നവരാണ്. സ്ത്രീകൾക്ക് അത് കുറവാണ്. അപ്പൊ ഒത്തിരി ഫാന്റസി, ഇതൊക്കെ സ്പിരിറ്റ് ഓഫ് ലസ്റ്റിന്റെ ആണ്. രണ്ട് നമുക്ക് വായിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് അഡൽട്ടറി എന്ന് പറഞ്ഞത് ലിറ്ററലി ചെയ്യുന്നതാണ്. ലസ്റ്റ് എന്ന് പറയുമ്പോൾ അകത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ, സ്പിരിറ്റ് ഓഫ് അഡൽട്ടറി എന്ന് പറയുമ്പോൾ ഹോശിയയുടെ പുസ്തകം 4-ാമത്തെ 12-ാമത്തെ വാക്യം, ഇതൊക്കെ നമുക്ക് വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാം. സ്പിരിറ്റ് ഓഫ് ഫോർണിക്കേഷൻസ് 1 കൊരിന്ത്യർ ലേഖനം 6:18. ഇതെല്ലാം, ഈ സ്പിരിറ്റുകളെല്ലാം നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരും. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത് കൺട്രോൾസ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇത് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സംസാര രീതി മാറും. ചിലരോട് അകലം പാലിക്കും. ചിലരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻട്രോവേർട്ട് ആയിരിക്കും. പലരും ഇൻവോൾവ് ആകത്തില്ല. മനസ്സിലാക്കിക്കോണം, എവിടെയൊക്കെ ഈ സ്പിരിറ്റ് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവർക്ക് എവിടെ ഒരു അനുഭവം ഉണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ഫോർണിക്കേഷൻ, സ്പിരിറ്റ് ഓഫ് ആങ്കർ, റേജ്, ഇത് നമ്മുടെ അകത്ത് ഒത്തിരി സ്വഭാവത്തിൽ മാറ്റമുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ചിലരുടെ ലൈഫിന്റെ അകത്തൊക്കെ ജനിച്ചപ്പം മുതലേ ചില കോപത്തിന്റെ സ്വഭാവം കാണും, കുഞ്ഞു പ്രായം മുതലേ. എന്നാൽ ചിലരൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ജനിച്ചപ്പം മുതൽ സൗമ്യതയുള്ള വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ അവർ കോപത്തില്ല. എന്നാൽ ഇടയ്ക്ക് വെച്ച് എവിടെയോ നിങ്ങൾക്ക് കോപം ഉണ്ടായി തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് അത് കോപം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിന്നെ കെട്ടിയപ്പോൾ മുതലായിട്ട് എനിക്ക് കോപം ഇല്ലാത്ത കോപം വന്നു തുടങ്ങിയത്. അങ്ങനെ ചില കോപങ്ങളുണ്ട്, ഇടയ്ക്ക് വന്നു കയറുന്ന കോപം. ഇതെല്ലാം സ്പിരിറ്റ് ആണ്. ഇത് നമ്മുടെ സ്വഭാവത്തിലുള്ളതല്ല, പക്ഷെ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റും. ചിലരുടെ അകത്തൊക്കെ ഇത് കാണും. അവർ കൂടെ എടുത്ത് പറയും, എന്റെ സ്വഭാവം എടുപ്പിക്കരുത്, എന്നെ കോപിപ്പിക്കരുത്. അപ്പൊ ഇതൊക്കെ അകത്ത് പറഞ്ഞു കിടക്കുന്ന സാധനങ്ങളാണ്. ഇതിലെല്ലാം ആത്മതലത്തിൽ നമ്മൾ ജയിക്കേണ്ടവരാണ്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു വരുന്നത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയത്തുള്ളൂ. വീട്ടിന്റെ അകത്ത് പാമ്പ് ഉണ്ട് എന്ന് പറയുന്നതിനും ഉള്ള പാമ്പിന് നിങ്ങൾ കാണുന്നതിന് വ്യത്യാസമുണ്ട്, അല്ലേ? ഈ ചില വീടുകളൊക്കെ അടച്ചുകൂടിയിട്ടിരിക്കും. അവര് പറയും പ്രേതമുണ്ട് എന്ന് പറയും. എന്നാൽ ഉണ്ടെന്ന് വെളിയിൽ പറഞ്ഞാൽ ഇതുവരെ ആരുണ്ടില്ല. എന്നാൽ ചിലർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ചിലർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയി അടി വാങ്ങിച്ചോണ്ട് വരും. ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ സാധാരണ വിചാരിക്കില്ല കേട്ടോ. ഈ ചത്തുപോയവന്റെ ഒരു ആത്മാവും ഈ ഭൂമിയിലില്ല. പക്ഷെ ചത്തുപോയവന്റെ അകത്ത് ഇത്രയും ആത്മാക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം അവന്റെ പേരും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. ഈ ചില സമയത്തൊക്കെ ഈ ഞങ്ങളൊക്കെ പണ്ടൊക്കെ വീടുകൾ വാടകയ്ക്ക് കിടക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ അടച്ചിടക്കുന്ന വീടുകളൊക്കെ എടുക്കും. കാരണം കുറഞ്ഞ വാടകയ്ക്ക് കിട്ടും. പിന്നെ അവിടെ കയറിയത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പരിപാടി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ലൈഫിന്റെ അകത്ത് ചത്തുപോയ ഒരു മനുഷ്യന്റെ ആത്മാവ് ഇല്ലെങ്കിലും അവന്റെ അകത്ത് വസിച്ച, ശരീരത്തിൽ വസിച്ച ആത്മാവ് അവന്റെ പേരും പറഞ്ഞ് അവിടെ ജീവിച്ചു. അപ്പൊ അത് ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, യുദ്ധം ചെയ്യാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതെല്ലാം. സ്പിരിറ്റ് ഓഫ് ഹേറ്റഡ്നെസ്, വെറുപ്പിന്റെ ആത്മാവ്. എന്താ പറഞ്ഞത്, സ്വന്തം കുടുംബത്തെ വെറുക്കുക, മാതാപിതാക്കളെ വെറുക്കുക, തലമുറത്തെ വെറുക്കുക, സ്വന്തം ഭാര്യയെ വെറുക്കുക, സ്വന്തം സഭയ്ക്കകത്താണെങ്കിലും സഭയെ വെറുക്കുന്നവരുണ്ട്. സഭയ്ക്കകത്ത് വർഷങ്ങളായി ഉണ്ടെങ്കിലും ശുശ്രൂഷകന്മാരെ വെറുക്കുന്നവരുണ്ട്. ഇതെല്ലാം ആത്മാവാണ്. ഇതെല്ലാം ഒരു അശുദ്ധ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് മർഡർ, വയലൻസ്. അച്ഛാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ അവരെ കാണിച്ചു കൊടുത്തിട്ട് വരാം. അങ്ങനത്തെ ഉള്ള വയലൻസ് സ്പിരിറ്റുകൾ കുറച്ചുണ്ട്. ഇതൊക്കെ എത്ര സ്നാനപ്പെട്ടാലും പോകത്തില്ല. ഇതിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ട ആവശ്യകതകളുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ഗ്രീഡ്. എത്ര പൈസ കിട്ടിയാലും ഒരു രൂപ ഒരു മനുഷ്യന് തിന്നാൻ കൊടുക്കത്തില്ല. ചത്താ പോലും പുള്ളി പറയും എല്ലാവരും കുഴിച്ചിട്ടാണ്, വേറെ ഒരുത്തിനും പ്രയോജനമാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്. ഞാൻ ചാകുമ്പോ എന്റെ കോട്ട് സൂട്ടും എന്റെ ഈ പണവും ഈ ആഭരണമൊക്കെ എന്നെ ഇടിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ സ്പിരിറ്റ് ഓഫ് എന്താ, ഗ്രീഡ്. ഗ്ലുട്ടനി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആഹാരത്തിനോടുള്ളത്. സ്പിരിറ്റ് ഓഫ് റെബിലിയൻ. ഓക്കെ, എന്താ പറയുക, റെബിലിയസ്, എല്ലാത്തിനും റെബിലിയസ്. ചില കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും റെബിലിയസാ, കൊച്ചു പ്രായത്തിൽ ഭയങ്കര റെബിലിയസ്. അതൊക്കെ സ്പിരിറ്റ് ആണ് ഓർത്തോണം. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ വന്നു കയറുന്നത്, കുഞ്ഞുങ്ങളുടെ അകത്തൊക്കെ എങ്ങനെയാ വന്നു കയറുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ബൈബിൾ പ്രിൻസിപ്പിൾസ് ഫോർ മെനി ഓഫ് ദീസ് എപ്പിസ്റ്റൽസ്. ഇത് ഉള്ളത് എവിടെയെന്ന് അറിയാം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-21 വരെയുള്ള വാക്യങ്ങളുണ്ട്. വേറെ ഭാഗങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി ആ ഭാഗം നിന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളൊരു 10 സ്പിരിറ്റിനെ കൂടെ നോക്കാൻ പോവുകയാണ്. സ്പിരിറ്റ് കണക്റ്റഡ് ടു ഒക്കൾട്ട് ആൻഡ് ഫാൾസ് റിലീജിയൻസ്. നേരത്തെ നമ്മൾ വായിച്ച മൈൻഡിന്റെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്, 2 നമ്മുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നത്, 3 കണക്റ്റഡ് വിത്ത് ഫാൾസ് റിലീജിയൻസ്. നമ്മൾ പറയത്തില്ല, ഈ ഇന്ന അമ്പലത്തിന്റെ അകത്തുള്ളത്, ഇന്ന വ്യക്തി, ഇന്ന പൂജാ സ്ഥലത്തുള്ളത് പദാർത്ഥങ്ങൾ പൂജിക്കുന്ന എന്താ പറയുക വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ആഹാരങ്ങൾ, ഇങ്ങനത്തെ ചില സ്പിരിറ്റുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില സ്പിരിറ്റുകൾ ഞാൻ പറഞ്ഞത് ഫെമിലിയർ സ്പിരിറ്റ്. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം
6-ാമത്തെ വാക്യം അതെന്താന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഡിവിനേഷൻ സ്പിരിറ്റ്, അപ്പോസ്തല പ്രവൃത്തി 16:16 അവിടെ നമുക്ക് വായിക്കാം. ഇതെല്ലാം ഓരോന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. സ്പിരിറ്റ് ഓഫ് വിച്ച് ക്രാഫ്റ്റ്, നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന മന്ത്രവാദങ്ങൾ, സ്പിരിറ്റ് ഓഫ് ഐഡലറ്ററി, വിഗ്രഹാരാധനകളുടെ ആത്മാക്കൾ, സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണരുത്. ഇന്ന് ക്രിസ്തുവിനെയും സുവിശേഷകത്തെയും എതിർക്കുന്ന എല്ലാവരും അകത്ത് ഏത് സ്പിരിറ്റാണ്? സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ് ആണ്. മനസ്സിലായോ? ക്രിസ്തുവിനെ എതിർക്കുന്ന ആത്മാവാണ് എതിർ ക്രിസ്തു എന്നുള്ളത്. നമ്മൾ എതിർ ക്രിസ്തു വിചാരിച്ച അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമോ അവനാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അതല്ല, അവന്റെ അകത്തും ആ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇന്ന് സുവിശേഷ വിരോധം ഇഷ്ടം പോലെ നമ്മൾ അടിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചിട്ടും നന്നായിട്ട് ക്രിസ്തുവിൽ എതിർത്തും പിന്മാറ്റത്തിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, വീണ്ടും അമ്പലത്തിലേക്ക് മറ്റു പരിപാടിക്കെല്ലാം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത് സ്പിരിറ്റ് ഓഫ് ഐഡലറ്ററി, ആന്റി ക്രൈസ്റ്റ്. ആൻഡ് സ്പിരിറ്റ് ഓഫ് ഫാൾസ് പ്രൊഫസി, പ്രവചനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്ത്യകാലത്തുള്ള പ്രവചനങ്ങളെല്ലാം സൂക്ഷിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും പറഞ്ഞാൽ അന്ത്യകാലത്തിൽ കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പലരുടെ വായിൽ നിന്നും ദുഷ്ടാത്മാക്കൾ വരുന്നത് കണ്ടു. അത് പ്രവചിക്കുകയും അത്ഭുതങ്ങളെ അടയാളങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ ലാസ്റ്റ് ദിവസങ്ങളിലുള്ള എല്ലാം ഹീലിങ്ങും ഡെലിവറൻസും മീറ്റിങ്ങിനും പുറകിൽ ഓടുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇതെല്ലാം അശുദ്ധ ആത്മാക്കളും ഇതിന്റെ അകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അവിടെയാണ് ബിബ്ലിക്കലി നമ്മൾ ശരിക്കും വചനം പഠിച്ചിരിക്കേണ്ട ആവശ്യകതകളുണ്ട്. ഓക്കെ, ഫാൾസ് പ്രൊഫസീസ്, സ്പിരിറ്റ് ഓഫ് അൺബിലീഫ്. ബിബ്ലിക്കലി ഏത് കാര്യം പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അതെങ്ങനെയാ നമ്മൾ ഞാൻ ചിലർക്ക് ഈ ആത്മതലത്തെ കുറിച്ച് ആത്മാവ് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ ചുമ്മാ അടിച്ചു വിടാതെ, ചുമ്മാ അടിച്ചു വിടുന്നല്ല, അതൊരു അൺബിലീഫാണ്. അപ്പൊ ആ ആത്മതലം തുറക്കാതിരിക്കത്തക്കവണ്ണം അവന്റെ അകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് അൺബിലീഫാണ്. നമ്മൾ ആത്മീയമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കും, അതെങ്ങനെ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ അതൊക്കെ അൺബിലീഫിന്റെ സ്പിരിറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഈ കൃപാവരങ്ങൾ ആത്മതലത്തിൽ നമ്മുടെ ഈ നന്മ അനുഗ്രഹത്തിന്റെ തലത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരിക്കലും നമുക്ക് കയറാനും കഴിയത്തില്ല, യുദ്ധം ചെയ്യാനും കഴിയത്തില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. ഇതെല്ലാം നമ്മൾ സ്പിരിച്വലി എക്വിപ്പ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ തലം ജയിക്കാൻ കഴിയത്തുള്ളൂ. ഈ തലത്തെ ജയിച്ചവൻ ഭയങ്കര സാധാരണമായ വ്യക്തിയാണ്. അതിന് മുമ്പിലാണ് എന്താ പറഞ്ഞത്, ഏത് ആത്മാവ് വന്ന് മുട്ടുമടക്കുന്നത്. യേശു ക്രിസ്തു പോകുന്ന സ്ഥലത്ത് ശാശ്വതാത്മാവ് വന്ന് മുട്ടുമടക്കി. ചില ആത്മാക്കൾ എന്ന് പറഞ്ഞു, നിന്റെ സമയത്തിന് മുമ്പ് എന്തിനാ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നത്? അവിടെയൊക്കെ യേശു പഠിപ്പിക്കേണ്ട, സമയം നീ അല്ല നിശ്ചയിക്കുന്നത്, ഞാനാ സമയം നിശ്ചയിക്കുന്നത്. നമ്മുടെ എപ്പോഴും മനസ്സിലാവും സ്പിരിച്വൽ ലൈഫിന്റെ അകത്ത് യേശുവിനെ കുറിച്ച് 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനപ്പെടാൻ പോകുകയല്ലേ. സ്നാനപ്പെടാൻ പോകുമ്പോൾ ഒരു ശബ്ദമുണ്ടായി. എന്താ ശബ്ദമുണ്ടായ? ഇവൻ എന്റെ പ്രിയ പുത്രൻ. നിങ്ങൾ വിചാരിച്ചോണം, നമ്മളെ കുറിച്ചുള്ള ടെസ്റ്റ് മണി, നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് എപ്പോഴാണ് കൂടുതലും? നമ്മുടെ ശുശ്രൂഷകളെ കാണുമ്പോൾ, നമ്മുടെ മിനിസ്ട്രിയെ കാണുമ്പോൾ, നമ്മളിൽ കൂടെ ഹീലിംഗ് സംഭവിക്കുമ്പോൾ. 3.5 വർഷ ശുശ്രൂഷയെ കണ്ടിട്ടല്ല സ്വർഗം പറഞ്ഞ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന്. 30 വർഷത്തെ സീക്രട്ട് ലൈഫ്, പേഴ്സണൽ ലൈഫിനെ കണ്ടിട്ടാണ് സ്വർഗം പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ. നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞത് നമ്മുടെ മിനിസ്ട്രി അല്ല, നമ്മുടെ കൃപാവരങ്ങളല്ല, നമ്മുടെ പ്രോഫസി അല്ല. നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളോ നമ്മുടെ ചർച്ചിനകത്ത് എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളതല്ല. നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിരിക്കണം. നമ്മുടെ സീക്രട്ട് ലൈഫിൽ നമ്മൾ ആരാന്നുള്ളതിന്റെ സ്വർഗം അംഗീകരിക്കണം. അതിന്റെ മുമ്പിൽ ആ 3.5 വർഷമല്ല 300 വർഷം പ്രസംഗിച്ചാലും ഒരു അശുദ്ധാത്മാക്കൾ മുമ്പിൽ നിൽക്കത്തില്ല. അപ്പം നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പേഴ്സണൽ ലൈഫുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പേഴ്സണൽ ലൈഫിൽ ഉള്ളവനും പുറത്തെല്ലാം ഉള്ളതും ഇല്ലാത്തതുപോലെ കാണിക്കാനും അഭിനയിക്കാനും കഴിയും. സ്പിരിറ്റ് ഓഫ് ആക്ടിങ് ഉണ്ട്, ഹിപ്പോക്രസി നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. സ്പിരിറ്റ് ഓഫ് സെഡക്ഷൻ, 1 തിമോഥെയു 4:1, സെഡക്ഷൻ. സ്പിരിറ്റ് ഓഫ് ബ്ലാസ്ഫമി. ഓക്കെ, ആൻഡ് സ്പിരിറ്റ് ഓഫ് ഡെത്ത്, സ്പിരിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ, സ്പിരിറ്റ് ഓഫ് സിക്നസ്. രോഗത്തിന്റെ ആത്മാക്കളുണ്ട്, ഉറപ്പായും ഉണ്ട്. രോഗത്തിന്റെ ആത്മാവുണ്ട്. നമ്മളതൊക്കെ വിചാരിക്കുന്നത് ഇല്ലെന്നൊക്കെ വിചാരിക്കരുത്. ഞാനൊക്കെ എത്രയോ, എന്റെ വൈഫ് നേഴ്സാണ്, എന്റെ പപ്പ ഒരു ബിൽഡിംഗ് കോൺട്രാക്ട് ആയിരുന്നു. ചില സാഹചര്യം ചില സ്ഥലത്തൊക്കെ ബിൽഡിംഗ് ഒക്കെ പറയുന്നുണ്ടോ ഞരബലി കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ബലി കൊടുത്ത് തുടങ്ങുന്ന സംഭവമുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോഴും ചില സമയത്തിലൊക്കെ മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് വന്ന് മന്ത്രം ചെയ്യും. എന്താണെന്ന് പറയുമ്പോ രോഗം വർദ്ധിക്കാൻ. പട്ടണത്തിൽ രോഗം വർദ്ധിച്ചാലല്ലേ പേഷ്യന്റ് കൂടിയാലല്ലേ അവരെ പൈസ കിടത്തുള്ളൂ. അപ്പം രോഗം വർദ്ധിക്കാൻ എന്ത് ചെയ്യും?
മന്ത്രവാദങ്ങൾ ചെയ്യുന്ന എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഈ നഴ്സുമാരൊക്കെ ശമ്പളം കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറയും, നിങ്ങൾക്ക് ശമ്പളം കൂടെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹോസ്പിറ്റലിനകത്ത് വരുമാനം കൂടണം. സ്വാഭാവിക വരുമാനം കൂടണമെങ്കിൽ എന്ത് വർദ്ധിക്കണം? രോഗം വർദ്ധിക്കണം. ചിലതെല്ലാം നമ്മുടെ പ്രാർത്ഥനയും കൂടെ അതുകൂടെ മനസ്സിലാക്കിക്കണം. പണ്ടാരൊരു പാസ്റ്റർ പറഞ്ഞു, ഒരു പുള്ളിക്കാരൻ ബിസിനസ് തുടങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു പാസ്റ്ററിനെ പറഞ്ഞു, പാസ്റ്റർ എന്റെ ബിസിനസ് നന്നായി പോകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ പുള്ളിയുടെ ബിസിനസ്? ശവപ്പെട്ടി. പുള്ളിയുടെ ബിസിനസ് ശവപ്പെട്ടി. പാസ്റ്റർ എന്നാ പ്രാർത്ഥിക്കും? ശവപ്പെട്ടി ഒത്തിരി വിറ്റുപോകാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉള്ളവരൊക്കെ തട്ടിപ്പോകണം. പാസ്റ്റർമാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില സാഹചര്യങ്ങൾ പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നു. അപ്പം സ്പിരിറ്റ് ഓഫ് സിക്നെസ്, 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആ 18 വർഷം കൂൻ എന്ന് പറഞ്ഞത് രോഗമല്ലായിരുന്നു, ആത്മാവായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയും യേശു സൗഖ്യമാക്കിയപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്ക്, 3 രീതിയിലൊക്കെ യേശു സൗഖ്യമാകുന്ന. ഒന്ന്, രോഗിയെ കണ്ടപ്പോൾ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു, അത് രോഗമായിരുന്നു. 2, രോഗിയെ കണ്ടപ്പോൾ അശുദ്ധാത്മാവിനെ അവൻ പുറത്തിറക്കി, അപ്പൊ രോഗസൗഖ്യമായി. 3, രോഗത്തെ സൗഖ്യമാക്കുന്നതിന്റെ യേശു ചെയ്തത് അവന്റെ പാപത്തെ ക്ഷമിച്ചു. പാപമുഖാന്തരം എന്ത് ചെയ്തു? രോഗം. അപ്പൊ 3 രീതിയിലാണ് രോഗം നമ്മുടെ അകത്ത് വസിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശാരീരികമായ ഫുഡിൻ്റെതായ കാലാവസ്ഥതായ കാര്യങ്ങൾ മുഖാന്തരം. 2, നമ്മളുടെ പാപമുഖാന്തരം നമ്മുടെ അകത്ത് കയറുന്ന ദുഷ്ടാത്മാവ് രോഗമായി വസിക്കുന്നതുകൊണ്ട് പാപമുഖാന്തരം വരുന്നത്. 3, എന്താ, നമ്മുടെ ലൈഫിന്റെ അകത്ത് അശുദ്ധ ആത്മാവ് കൊണ്ടുവരുന്ന രോഗങ്ങൾ ഉണ്ട്. ഓക്കെ, ഈ 30 കാര്യങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നേരത്തെ അടുത്തിലേക്ക് പോവാം, സമയമില്ലല്ലോ. അത്ര അത് 9 മണിയായി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇതെടുത്ത് പറയാൻ കാരണം എത്രമാത്രം ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പല ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് അറിയത്തില്ല. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെപ്ത് മനസ്സിലാകും. ഓക്കെ, ഒന്നാമത്തെ കാര്യം സെക്ഷുവൽ ഡിസൈർസ്. സിംപിളസ്റ്റ് ഡോർ, ഓപ്പൺ ആയി കൊടുക്കുന്ന ഡോർ എന്താണ്? സെക്ഷുവൽ ഡിസയർ. ഞാൻ പറഞ്ഞല്ലോ, പാഷൻ ആൻഡ് എക്സൈറ്റ്മെന്റ് അബൌട്ട് സെക്ഷുവൽ ഡിസൈർസ് ക്യാൻ ഓപ്പൺ ഡോർസ് ടു സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. മത്തയുടെ സുവിശേഷം 5-ാമത്തെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിനകത്ത് വാക്യം നമുക്ക് വളരെ ഗൗരവമായി പഠിപ്പിച്ചിരുന്നു. മത്തയുടെ 5:28 ഓക്കെ, ഏറ്റവും കൂടുതൽ ഇത് നമ്മുടെ അകത്ത് കയറാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? ഡോർസ്, ഓപ്പൺ ഡോർസ്. ഒന്നാമത്തെ കാര്യം പോണോഗ്രാഫി, അശ്ലീലമായ എന്താ പറഞ്ഞ ഈ വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ നോക്കുക. അതൊക്കെ ഞാൻ ഈ പലപ്പോഴും നമ്മുടെ പെൺകുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീട്ടിൽ ഇടുന്ന വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ DP ആയിട്ടോ സ്റ്റാറ്റസിലൊക്കെ ഇടരുത്. കാരണം ഒരു ചെറുക്കൻ അത് നോക്കുമ്പോൾ അവൻ ഫോട്ടോ അല്ല, അവൻ ആദ്യം നോക്കുന്ന ഫോട്ടോയെ സൂം ചെയ്ത് നോക്കും, എന്തൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ നോക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിന്റെ അകത്ത് കൺവെൻഷന് ഒരു പാസ്റ്റർ, നമ്മുടെ നാട്ടിൽ ഒരു പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഒരു കൊച്ചുണ്ടായിരുന്നു. ഒരു കൊച്ചിന് ഭയങ്കരമായ രോഗം, ശരീരത്തിൽ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും എത്ര മരുന്ന് കഴിച്ചാലും ശരീരം നന്നാകുന്നില്ല. ഇങ്ങനെ എല്ലാം തോലുമായിട്ടിരിക്കുക, ശരീരം നന്നാകുന്നില്ല. പക്ഷെ എന്നാൽ പ്രാർത്ഥിച്ചു വന്നപ്പോൾ, ഭയങ്കരമായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി ആ കൊച്ചിന്റെ ശരീരത്തിൽ അങ്ങനെ വരാൻ കാരണം ഇവൾ ഒരു കാലഘട്ടത്തിൽ മുഴുവനും ശരീരം പ്രദർശിപ്പിക്കത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു, എക്സ്പോസ് ചെയ്ത് വസ്ത്രങ്ങൾ നടക്കുവാണ്. അപ്പൊ ഇവളെ കാണുന്ന ചെറുക്കന്മാർക്കുള്ള ഇവളോട് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഇവൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നപ്പോൾ പല വ്യക്തികളും രാത്രികളിൽ കിടക്കുമ്പോൾ ഇവളെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അവളുമായി ആത്മതലത്തിൽ എന്ത് ചെയ്യുകയാണ്? ലൈംഗികമായി അവളുമായി ബന്ധം കൂടുകയാണ്. അപ്പൊ അങ്ങനെ ആ സ്പിരിറ്റ് ആണ് ഇവളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്ത്രീകളോ നിങ്ങളുടെ തലമുറകൾ പെൺകുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ പിള്ളേർ, എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. ഞാൻ ഇപ്പോഴും അവിടെ പറഞ്ഞ കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ പപ്പായി മമ്മി അല്ലാതെ അപ്പച്ചനായാലും ശരി അങ്കിളായാലും ശരി ആര് വന്നാലും വീട്ടിനകത്ത് നിങ്ങൾ പോയി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ഫ്രണ്ടി വരണം. വീട്ടിൽ നിന്ന് പോകുന്നവരെ വേറൊരു വസ്ത്രം ഇടല്ലേ, ആണാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ആത്മീയനെന്നും പാസ്റ്റർ നിങ്ങൾ നോക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പൈശാചിക മേഖലകൾ നമ്മളെ സ്വാതന്ത്ര്യക്കുന്ന കാര്യങ്ങളാണ്. ഒരാൺ എന്തുകൊണ്ട് ഒരു സ്ത്രീയോട് തന്റെ വീട്ടിലുള്ള പെണ്ണിനോടും അല്ലെങ്കിൽ സ്ത്രീകളോട് ഇന്ന വസ്ത്രം ഇടണ്ട എന്ന് പറയാൻ കാരണം എന്താ? അവൻ അറിയാം ഒരാൺ എവിടെയാ കാണുന്നെന്നുള്ളത്, നോക്കുന്നെന്നുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ചുമ്മാതെ ചോദ്യം ചോദിക്കരുത്, എവിടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ ഇട്ട എന്നാ കുഴപ്പം? അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇതുപോലത്തെ ആത്മാക്കളുടെ അകത്ത് കയറി വർഷിക്കുക, അത്രേ ഉള്ളൂ.
നിന്നെ കാണുന്നവരും നിന്നെ പിന്നെ വലിച്ചു കയറ്റി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കരുത്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഒരു വീട്ടിൽ പ്രസംഗിക്കാൻ പോയി താമസിക്കുന്ന വീട്ടിന്റെ അകത്ത് അന്നെന്തോ പെട്ടെന്ന് ആ വീട്ടിലെ അച്ചായന് ഡ്രൈവറാണ്, പെട്ടെന്നൊരു ഓട്ടം ഡ്രൈവിംഗ് പോയി. അമ്മമ്മ മാത്രമേ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ, പാസ്റ്റർ ഒറ്റയ്ക്കാ. രാത്രി 12:30 1 മണി ആയപ്പോഴത്തേന് പെട്ടെന്ന് പാസ്റ്റർ കണ്ണു തുടങ്ങുമ്പോ അമ്മാമ്മ കട്ടിലടുത്ത് നിൽക്കുന്നു. പാസ്റ്ററിന് എന്നാ ചെയ്യണം നടന്നില്ല. പുള്ളിക്കാരിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. രാത്രി 1:30 മണിക്ക് അമ്മാമ്മ നിൽക്കുന്നു, പാസ്റ്റർ എഴുന്നേറ്റു. സത്യത്തിൽ പുള്ളിക്കാരി ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് രണ്ടുപേരെങ്കിലും മുഖം നോക്കി നിൽക്കുക. മുഖം നോക്കി പെട്ടെന്ന് മാറ്റിയ പാസ്റ്ററെ, കട്ടിലിന്റെ ഒരു പാത്രം ഉണ്ട്, ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ എടുക്കാൻ വന്നതാണ്. ആ പാസ്റ്റർ പറഞ്ഞ കാര്യം പുള്ളിക്കാരി പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞതൊരു രക്ഷപ്പെട്ടു. 1 മിനിറ്റ് കൂടെ ലേറ്റ് ആയവരെ ഞാൻ കയറി പിടിച്ചതിനകത്ത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ തമാശയായിട്ട് കാണരുത്. ഒരു മനുഷ്യൻ വീണുപോയെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ വീണുപോയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പിശാച് ആരും തള്ളിയിടുന്നില്ല, അകത്ത് മോഹമുള്ളത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും യോസേപ്പിന് എന്തുകൊണ്ട് പിശാച് ശോധന ചെയ്തു? യോസേപ്പിന് അവനകത്ത് മോഹമുള്ളത് കൊണ്ട് പിശാച് ശോധന ചെയ്തേ. മോഹമില്ലാത്തവരെ ശോധന ചെയ്ത് വീഴുവോ? ഷുഗർ പേഷ്യന്റെ മുമ്പിലാണ് എന്തുകൊണ്ട് വെക്കണ്ടേ? പഞ്ചസാരയും ലഡുവും ജിലേബിയും കൊണ്ട് വെക്കണ്ടേ? അവന്റെ മുമ്പിൽ പാവയ്ക്ക കൊണ്ട് വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ വീഴുന്ന ഉറപ്പുള്ളവനെ നമ്മുടെ വീക്ക്നെസ്സിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. യോസേപ്പിന് ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത്. പക്ഷെ അവിടെയാണ് അവൻ പറഞ്ഞത് യഹോവയായ ദൈവം എന്നെ കാണുന്നു. അവൻ അവിടെ ഓവർകം ചെയ്തതിന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഇങ്ങനത്തെ ഒത്തിരി കാര്യം. ഓക്കെ, സെക്ഷൽ ഫാന്റസീസ് നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ചിന്താഗതികളുടെ അകത്ത് നമ്മൾ വ്യക്തികളെ കാണുന്നത്, കൂടെ കാണുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ അകത്ത് അശുദ്ധ ആത്മാവ് കേറുവാൻ നമ്മൾ കൊടുക്കുന്ന അവസരങ്ങളാണ്. ഇമ്മോറാലിറ്റി നമ്മുടെ ലൈഫിന്റെ അകത്ത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ലെസ്റ്റ് തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻസ്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വാക്യം പറഞ്ഞല്ലേ, ഡിസയർ കൺസീവ്സ് ആൻഡ് ഗിവ് ബർത്ത് ടു സിൻ. മോഹം എന്ത് ചെയ്യുന്നു? ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് ഒരു മോഹം ഉണ്ടായി ഗർഭം ധരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രസവിപ്പിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാൾ വീണുപോയി, ഒരു പാസ്റ്റർ വീണുപോയി, അല്ലെങ്കിൽ ഒരു വിശ്വാസി വീണുപോയി എന്ന് വെച്ചാൽ നിങ്ങൾ അതിശയിക്കേണ്ട ആവശ്യമില്ല. എവിടെയോ അവന്റെ മോഹം എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു. ആ ഗർഭത്തെ അവൻ എന്ത് ചെയ്തില്ല. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ അവൻ പ്രസംഗിച്ച ഒരു മെസ്സേജാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെസ്സേജാണ്. സ്പിരിച്വൽ അബോർഷൻസ്. നമ്മുടെ ലൈഫിന്റെ അകത്ത് നമ്മൾ ഗർഭം ധരിച്ചിരിക്കുന്ന മോഹങ്ങളെ നമ്മൾ ഒരു സ്പിരിച്വൽ അബോർഷനിലേക്ക് കൊണ്ടുപോകണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ജനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെയായിരിക്കും. ഈ ചർച്ചിന്റെ അകത്ത് മീറ്റിംഗിനകത്ത് വന്ന് ഇരുന്നാലും നമ്മുടെ ശ്രദ്ധ അവിടെ ഇല്ലാതെ പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ജനിപ്പിച്ച സന്തതി അവിടെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, കല്യാണം കഴിക്കുന്ന മുമ്പ് വരെ ചർച്ച വരുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. കല്യാണം കഴിച്ച് ചർച്ച വന്നാൽ കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് ചർച്ച വന്നു കഴിഞ്ഞാൽ ചർച്ചിനകത്ത് ഇരിക്കുമ്പോൾ 24 മണിക്കൂർ നമ്മുടെ തോട്ട് എവിടെയായിരിക്കും? കുഞ്ഞിന്റെ മുകളിലായിരിക്കും. തിരിഞ്ഞിരുന്ന് നോക്കും, കൊച്ചവിടെ പോയി 4 ചോറിനകത്ത് ഇരിക്കുന്നത് 100-150 ചർച്ചിനകത്തുണ്ട്. കൊച്ചിന് എവിടെയും പോകാൻ സാധ്യതയില്ല. എന്നാൽ പോലും കൂടെ നമ്മൾ തിരിഞ്ഞു നോക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ജനിപ്പിച്ച കൊച്ചായതുകൊണ്ടാണ്. പാപം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അകത്ത് ഗർഭം ധരിച്ച് നമ്മൾ പ്രസവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് കമ്പ്ലീറ്റ് പാപത്തിലേക്കായിരിക്കും. അവനെ ആരാധിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അവൻ എപ്പോഴും ഈ ഭരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ പോകുന്നില്ല. 2 അഡൽട്ടറി, ലിറ്ററലി വ്യക്തികളുമായി ബന്ധം കൂടുന്നവർ, സെക്ഷൽ റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് മാരേജ്, വിവാഹത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷവും മറ്റൊരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു? അപ്രോച്ച് ചെയ്യുന്ന, ഇതെല്ലാം നമ്മുടെ അകത്ത് കൊടുക്കുന്ന എൻട്രി പോയിന്റുകളാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ, വിഭചാരം, ഇമോഷണൽ അഫയർസ്. ചിലർ പറയും ശാരീരിക ബന്ധമൊന്നുമില്ല, അതൊന്നുമില്ല. പക്ഷെ ഇമോഷണലി അവരുമായിട്ട് എപ്പോഴും ഫോണിൽ കൂടെ ഭയങ്കര ബന്ധമാണ്. ദൈവഹിതമില്ലാത്ത ഏത് ബന്ധങ്ങളും അത് ബന്ധമല്ല, ബന്ധനമാണ്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമ്മൾ എല്ലാം ബന്ധമായി കാണാതെ ഈ പ്രവാചകന്മാരൊക്കെ ബന്ധനങ്ങൾ അഴിക്കുന്നൊക്കെ പറയുമ്പോൾ കളിയാക്കി പ്രസംഗമാരെ കൊണ്ട്, പക്ഷേ ബന്ധനം തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോൾ ടൈപ്പ് ഫ്രം പാസ്റ്റ് റിലേഷൻഷിപ്പ്. ഈ ചിലരൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ആരും വിടത്തില്ല മനസ്സിരുന്നു. അച്ചായന്റെ ഫസ്റ്റ് ലവ്, സെക്കൻഡ് ലവും, പണ്ട് പ്രേമിച്ചപ്പോൾ ഓടി നടന്ന കഥകളും ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലത്തിൽ പോയി നിന്ന് നോക്കുന്നതും നൊസ്റ്റാൾജിയായി
ഇതെല്ലാം ബന്ധനമാണ്, ഓർത്തോണം. ഇതിനെല്ലാം ആത്മീകത ഇതെല്ലാം അഴിച്ചുവിട്ടേക്കണം. ജാതികളെല്ലാം പറയും, അച്ഛാ നീ അവിടെ വരെ പോയാൽ ഭയങ്കര ഫീലാണ്, അതൊരു ഫീലാണ്. അതൊക്കെ ഫീലാണ്, അതൊക്കെ ഫീലാണ്. കാരണം അവന് ആത്മാക്കളെ കൂടെ വസിക്കുന്നവനാണ്. നമുക്ക് ആ നമ്മൾ ഫീലിംഗിൽ ജീവിക്കുന്നവരല്ല. നമ്മൾ ആത്മാവിൽ, ആത്മതലത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മളാണ് ഏലിയൻസ് അല്ലേ, നമ്മളാണ് ഈ ഭൂമിന്റെ അകത്ത്, നമ്മൾ ഈ ഭൂമിയിലുള്ള വാസികളല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലാക്ക് ഓഫ് ലവ്. ഈ രണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് പാർട്ട്ണർ നമ്മൾ സ്നേഹിക്കാതെ ആകുമ്പോൾ ഈ തരത്തിലുള്ള പിശാച് നമ്മുടെ അകത്ത് കയറുക, നമ്മൾ എൻട്രി കൊടുക്കുകയാണ്. നമ്മൾ സ്നേഹിക്കത്തില്ല, നമുക്ക് സ്നേഹമില്ല. ഇതിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു ഡിസാറ്റിസ്ഫാക്ഷന്റെ മേഖലകൾ വരുമ്പോൾ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടും. അവിടെയാണ് ഇതെല്ലാം വലിയൊരു പ്രശ്നമായി മാറുന്നത്. ഓക്കെ, അൺസാറ്റിസ്ഫൈഡ് ഡിസയേഴ്സ്. ഞാൻ പറഞ്ഞു അൺസാറ്റിസ്ഫൈഡ് ഡിസയേഴ്സ്. പണ്ട് ഒത്തിരി കണ്ടേക്കുന്ന ഒത്തിരി ഈ മൂവീസ്, എന്താ പറഞ്ഞത്, സെക്ഷൽ റിലേറ്റഡ് മൂവീസ്, പോണോഗ്രാഫിക്കൽ മൂവികൾ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഈ പല കുടുംബത്തിന്റെ അകത്ത് ഭാര്യ ഭർത്താവും ചേർച്ചിന്റെ അത് കാരണം അറിയോ, അച്ചായനും അമ്മാമയും ചിലരൊക്കെ ഈ കണ്ടേക്കുന്നതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ശ്രമത്തിൽ വരും. എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൈഫ് പാർട്ട്ണർ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഇവന്റെ അകത്ത് എന്താ ഒരു അൺസാറ്റിസ്ഫൈഡ് ഡിസയർ കിടക്കുക. അത് എങ്ങനെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുകയാണ്, അടുത്തൊരു വ്യക്തി അവൻ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ അൺസാറ്റിസ്ഫൈഡ് ഡിസയർ നമ്മുടെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കുടുംബപരമായുള്ള ക്ലാസ്സിനകത്തൊക്കെ പലരും നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുടുംബമായി ഭാര്യ ഭർത്താവും നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ഒരു ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പണായി ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കുടുംബത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെറ്റ്ലോക്ക്, നമ്മൾ പറഞ്ഞ വെറ്റ്ലോക്ക് വാങ്ങാൻ ശ്രമിക്കണം. ഉടനെ പറയണ്ട അമ്മാമ എന്താ പറഞ്ഞത്, ഇതൊക്കെ ഭയങ്കര ഒരാച്ചായൻ പറയാ, അച്ഛാ ഞാൻ എപ്പോഴും വീട്ടിൽ കയറുമ്പത്തേന് ഈ എന്താ പറയുക, ആളിഞ്ഞ ഒരു നൈറ്റി ഇട്ടോണ്ട് പകൽ മൊത്തം ഉണ്ടാക്കി മീനിന്റെ വളിപ്പ് നാറ്റം ഇതെല്ലാം കൊണ്ട് അമ്മാവ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണുമ്പോ തന്നെ നമുക്ക് അച്ഛാൻ വീട്ടിൽ വരുമ്പോ അമ്മാവൻ പോലും ഒരുക്കി നിൽക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഭർത്താക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ശ്രദ്ധ പിച്ചെടുക്കും. നിങ്ങൾ അച്ചായൻ ഇച്ചിരി എന്താ പറയുക, കുട്ടി പാവാടൊക്കെ ഇട്ടോണ്ടിരിക്കുന്ന കാണുന്ന പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ വീട്ടിലെ നിങ്ങൾ അച്ചായന്റെ മുമ്പിൽ കുട്ടി പാവാടൊക്കെ ഇട്ട് നടന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ചായൻ വെളിയിൽ പോയി നോക്കും. ഞാൻ ആ ക്ലാസ്സിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ അൺസാറ്റിസ്ഫൈഡ് ഡിസയർ ആണ് ഒരു മനുഷ്യന്റെ ലൈഫിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ പാപങ്ങളെ ആത്മാക്കൾ അകത്ത് കയറാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ടിരിക്കണം, നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് പാർട്ട്ണറാണ്, അവരുടെ ഡിസയേഴ്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, 10-30 സ്പിരിറ്റിനകത്ത് ഒരു കാര്യത്തെ മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഓരോന്നിന്റെ അകത്തും ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് പോകാം. ഒന്ന് നമ്മൾ നോക്കി റൂൾസ് ഓഫ് സ്പിരിറ്റ് ഓഫ് പ്രിൻസിപ്പാലിറ്റീസ് നമ്മൾ നോക്കി, സ്പിരിറ്റ് ഓഫ് അതോറിറ്റീസ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ സ്പിരിറ്റുകളെല്ലാം നമ്മുടെ അകത്ത് ലീഗൽ റൈറ്റ്സ് ഉള്ള സ്പിരിറ്റുകളാണ്. ഇവരെല്ലാം നമ്മളാണ് സ്ഥാനം കൊടുത്തത്. അതുകൊണ്ടാണ് ചിലതിന്റെ മെല്ലെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് ഇളകിട്ട് ഞാൻ പോകത്തില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവര് അധികാരം കൊടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഈ ചില സാധനങ്ങളൊക്കെ നമ്മൾ എത്ര ഇറക്കി വിട്ടാലും തിരികെ വരും. എന്തുകൊണ്ടെന്നറിയുമോ? അവര് മനസ്സുകൊണ്ട് തീരുമാനം എടുത്ത് അവർ ഇറക്കി വിട്ടിട്ടില്ല. നമ്മൾ അടുത്ത സെഷന്റെ അകത്ത് ഇതെല്ലാം നമ്മൾ ഇറക്കി വിടും കേട്ടോ. അടുത്ത സെഷന്റെ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തേ ഇരുന്നു. കാരണം ഇളകിയ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോശമായിട്ട് പോകും. അതുകൊണ്ട് അടുത്ത ഞാൻ പ്രാർത്ഥന സമയത്ത് വീഡിയോ ആ സമയത്ത് ഓഫ് ചെയ്താൽ മതി, ക്ലാസ്സിലല്ല. ഇതെല്ലാം നമ്മൾ ഈ അതോറിറ്റി, നമ്മുടെ മേൽ അധികാരമുള്ള ചിലർക്ക് ഞാൻ പറഞ്ഞു 30ന്റെ അകത്ത് ചിലർക്ക് 30 കാണാം, ചിലർക്ക് 25 കാണാം, ചിലർക്ക് 10 കാണാം, 5 കാണാം, ചിലർക്ക് 1 കാണത്തില്ലായിരിക്കും. 1 ഉണ്ടേലും 5 ഉണ്ടേലും 25 ഉണ്ടേലും ഇതെല്ലാം നമ്മൾ ജയം പ്രാപിക്കണം. ആത്മാവിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മൂന്നാമത് റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. ഞാൻ വേഗത്തിൽ പോവുകയാണ്. ദ ഗ്രീക്ക് വേർഡ്, ഇതിന്റെ അകത്ത് ഡാർക്ക്നെസ് ഉപയോഗിച്ച ഗ്രീക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ കോസ്മോക്രറ്റോർ എന്ന് പറഞ്ഞ പദമാണ് ഗ്രീക്കിന്റെ അകത്ത് റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഈ എഫേസ്യന്റെ അകത്ത് പലപ്പോഴും നമ്മൾ അധ്യായം നമ്മുടെ യുദ്ധം മാംസത്തോട് രക്തത്തോട് അല്ല എന്ന് പറഞ്ഞ വാക്യം വായിച്ചു പോകുന്നെങ്കിൽ അതിന്റെ അകത്ത് എത്ര ഡീറ്റെയിൽ ഉണ്ട് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ. ഓക്കെ, the Greek word used is cosmokrator, which means world rulers, controller of darkness, ഇരുട്ടിന്റെ അധികാരി, spiritual forces influencing the sinful system of the world. ലോകം മുഴുവനും അന്ധകാരത്തിലാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ലോകത്തിന് വെളിച്ചമാക്കുന്നു. ഈ ലോകത്തിന് നിങ്ങൾ
വെളിച്ചമാകുന്നത് പറയുമ്പോൾ ഈ ലോകം എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഈ ലോകം ഇരുട്ടാണ്, ഇരുട്ടിന്റെ പിതാവാണ് ഈ ലോകം മൊത്തം ഭരിക്കുന്നത്. അപ്പം ഈ ലോകത്തിന് നമ്മൾ ആരായിരിക്കണം എന്ന് യേശു പഠിപ്പിച്ചു? നമ്മൾ വെളിച്ചമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അപ്പം ഈ ലോകത്തിൻ്റെതായ ചില അധിപതിയുണ്ട്, സ്പിരിച്വൽ ഇൻഫ്ലുവൻസുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ, ഇരുട്ടിന്റെ പിതാവായിരിക്കുന്നു, ഇരുട്ടിൻ്റെതായ അധികാരങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ നമ്മൾ ലിറ്ററലി കാണുന്ന ഇരുട്ട് മാത്രമല്ല, നമ്മുടെ അകത്തുള്ള ഇരുട്ടുകളുണ്ട്, വ്യക്തികളുടെ അകത്തുള്ള ഇരുട്ടുകളുണ്ട്, സുവിശേഷം സ്വീകരിക്കാൻ കഴിയാതെ വ്യാപരിക്കുന്ന ഇരുട്ടുകളുണ്ട്. അതെല്ലാം ആ ലെവലുള്ള സ്പിരിറ്റ് ആണ്. ഓക്കെ, ഇത് ഹൈ level demonic power that influence the moral and spiritual darkness of society. ഒരു സൊസൈറ്റിയെ മൊത്തം ബാധിക്കുന്നതാണ്. നമ്മൾ പ്രിൻസിപ്പാലിറ്റീസ് വായിക്കുമ്പോൾ പ്രിൻസിപ്പാലിറ്റി ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അമ്പലത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ദേശത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. സ്പിരിറ്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിന്റെ മേലുള്ള അധികാരമാണ്. എന്നാൽ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ ഇതൊരു സൊസൈറ്റിയാണ് കാണിക്കുന്നത്, ഒരു എൻറ്റയർ സൊസൈറ്റി, എൻറ്റയർ ഒരു റിലീജിയസ്, അങ്ങനെ അത് മതത്തിൽ കാണിക്കുന്നത്. they operate by spreading darkness in people's mind. വ്യക്തികളുടെ മനസ്സിലും കൾച്ചറിന്റെ അകത്ത്, സിസ്റ്റത്തിന്റെ അകത്തുകൂടെ ഭരിക്കുന്ന അശുദ്ധാത്മാക്കൾ. ഈ കൾച്ചറിനകത്ത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറിയ ഒരു കാലമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, പല കുഞ്ഞുങ്ങളുടെ ഈ വസ്ത്രങ്ങൾ ഇട്ടോണ്ട് വരുമ്പോഴത്തേന് ബൈബിളിന്റെ അകത്ത് എവിടെയാ ഈ ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറമ്പേ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ചെയ്തതൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ അകത്ത് കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ഡാർക്ക്നെസ് സ്പിരിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? വസ്ത്രങ്ങൾ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. മുടി വെട്ടാൻ പാടില്ല, വെട്ടണം എന്നുള്ളതിന് പഴയ നിയമത്തിനകത്ത് നിയമങ്ങളുണ്ട്. എന്ത് കഴിക്കണം, കഴിക്കാൻ പാടില്ല. തേന് മാത്രം കഴിച്ചവരുത്തനുണ്ട്, അല്ലെ? വെട്ടുകിളികൾ മാത്രം കഴിച്ചവരുത്തുണ്ട്. ഫുഡിന്റെ ആഹാര ക്രമീകരണങ്ങൾ, ഇതിന്റെ അകത്തെല്ലാം സിസ്റ്റത്തെ മുഴുവനും മാറ്റി, കൾച്ചറെ മാറ്റി കൊണ്ടുവന്ന് ഇന്ന് എക്സ്പോസ് ആകുന്ന. ഞാനൊരു ഉദാഹരണം പറട്ടെ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ എന്താ പറഞ്ഞ ഈ ചുടിദാറിന്റെ മുകളിൽ ഇടുന്ന ചുണ്ണി, എന്താ പറഞ്ഞ സാർ അറിയത്തില്ല. അപ്പം അത് ഇടാതെ ഒരു സ്ത്രീ ഒരു കൊച്ചു പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളവിടെ നോക്കുന്നത് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു. ഇപ്പൊ അങ്ങനെ സിസ്റ്റം ഇല്ല, സിസ്റ്റം തീരെ വരാതെ. കാരണം ആ സ്പിരിറ്റ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുകയാണ്, കൾച്ചറെ മുഴുവനും കൺട്രോൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പണ്ട് പാവമെന്ന് കണ്ട ഇന്നും എന്തുമായി മാറിയിരിക്കുകയാണ്, ഒരു കൾച്ചറായിട്ട് സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഡാർക്ക്നെസ്. അതുകൊണ്ടാണ് സഭ പറഞ്ഞത്, സഭ കൾച്ചർ, വെളിയിലുള്ള കൾച്ചറെ സഭ എന്ത് ചെയ്യരുത്, സഭ ചർച്ചിനകത്ത് കൊണ്ടുവരരുത്. സഭയാണ് എന്ത് ചെയ്യേണ്ടത്, കൾച്ചറിന്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ അകത്ത് ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, പുറമേ ഉള്ള കൾച്ചറിനെ ഒരിക്കലും നമ്മുടെ സഭയ്ക്ക് അകത്ത് കൊണ്ടുവരാതെ നമ്മൾ ചർച്ചാണ് സൊസൈറ്റിയെയും സിസ്റ്റത്തെയും കൾച്ചറെയും എന്ത് ചെയ്യുന്നത്, മാറ്റേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിന്റെ അകത്ത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോർപ്പറേറ്റ് സിസ്റ്റമോ വെളിയിലുള്ള കൾച്ചറുകളോ വെളിയിലുള്ള സിസ്റ്റമോ അല്ല സഭയ്ക്കകത്ത് കാണുന്നത്. സഭ വെളിയിലുള്ളതിനെ കൺട്രോൾ ചെയ്യണം. അതെല്ലാം സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് സ്പിരിറ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഡാർക്ക്നെസ് ദ ബൈബിൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും നിങ്ങൾക്ക് പറയാം, എന്താ ഇരുട്ട് എന്ന് പറഞ്ഞ ബൈബിളിന്റെ അകത്ത് പാപമാണ്, ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഇഗ്നോറൻസ് ഓഫ് ഗോഡ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? എന്റെ സൗണ്ട് കേൾക്കാമോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. വാട്ട് ഈസ് ഡാർക്ക്നെസ് ദ ബൈബിൾ? സോറി, ഓക്കെ. ഇഗ്നോറൻസ് ഓഫ് ഗോഡ്, ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മകൾ, ഡിസെപ്ഷൻ, വഞ്ചനകൾ, ഇതെല്ലാം ഈ ഡാർക്ക്നെസിന്റെ ജോലിയാണ്. ഈവിൾ സിസ്റ്റം ഈ ഭൂമിക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എക്സ്ട്രീം ഫയറുകൾ, കുഞ്ഞുങ്ങളെ ശരീരത്തെ വെട്ടി കഴിക്കുന്നു, ആഹാരങ്ങളായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു, പലതായ നമ്മൾ സിസ്റ്റം കേൾക്കുന്നില്ല. ഈവിൾ എന്താ പറയുക സിസ്റ്റങ്ങൾ നമുക്ക് മതമാറ്റത്തിന് വിരോധമായ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരുന്നു. അപ്പൊ ഇതെല്ലാം എന്താ, ഈ ഈവിൾ ഫോഴ്സസ് ആണ്, ഇതെല്ലാം ഡാർക്ക്നെസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിനകത്ത് ഗോസ്പിൾ ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, men loved darkness rather than light because the deeds were evil. ദുഷ്ടപ്രവർത്തികൾ, അശുദ്ധാത്മാവുള്ളത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ വെളിച്ചത്തെ അല്ല ഇരുളെയാണ് അവരെന്ത് ചെയ്തത്, സ്നേഹിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇരുട്ടിന്റെ അധികാരങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, വേഗത്തിൽ ഓടുന്നത്. ഓക്കെ,
ഹൗ ഡീമൻസ് അറ്റാക്ക് ബോഡി സോൾ ആൻഡ് മൈൻഡ്. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും നമ്മുടെ സ്പിരിറ്റിനെയും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഓക്കെ, 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ സ്ക്രിപ്റ്റ് കാണിച്ചേക്കാം. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ കഴിയും, എടുക്കുക. ഹൗ ഡീമൻസ് അറ്റാക്ക് ദ ബോഡി, ശരീരത്തെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മുടെ പ്രാണനെ ആത്മദേഹിയെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, ആത്മാവിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. ഹോൾ സ്പിരിറ്റ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? മേ ഹോൾ സ്പിരിറ്റ് സോൾ ബോഡി ബി പ്രിസർവ്ഡ് ബ്ലെയിംലെസ്. അപ്പൊ നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ആത്മാവിനെ മനുഷ്യനെ മാത്രമല്ല, ദേഹം എന്ന് പറയുന്നുണ്ട് അവിടെ. ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം. ഉള്ളതെല്ലാം എടുത്ത് വാരി വലിച്ച് തേക്കുമ്പോൾ, കളർ അടിക്കുമ്പോൾ, ഇല്ലാത്തെല്ലാം തൂക്കിയിടുമ്പോൾ, ഇതൊക്കെ എവിടെയാ പാസ്റ്റർ ബിബ്ലിക്കൽ ഉള്ള ചോദിക്കുമ്പോൾ ഈ വാക്യം എടുത്ത് മനസ്സിലാക്കി വായിച്ചോണം. ശരീരത്തെ സൂക്ഷിക്കണം. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ആലയമാണ്. ആലയത്തെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ദൈവം അധികാരപ്പെട്ടവനാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ അകത്ത് വരുന്ന സിക്നസുകൾ, രോഗങ്ങൾ, ക്രോണിക് വീക്ക്നെസ്, നമ്മുടെ ബോഡിക്കകത്ത് വരുന്ന ക്രോണിക് വീക്ക്നെസ്സുകൾ, സഡൻ ഫിസിക്കൽ ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാവുന്ന നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു, ഞെക്കി അമർത്തുന്ന പോലുള്ള തോന്നലുകൾ, സ്ട്രേഞ്ച് ബോഡിയിലെ മാനിഫെസ്റ്റേഷൻ, നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അറിയാതെ കൈകൾ കാലുകൾ ഒരുമാതിരി അനങ്ങുന്നു, നമുക്ക് ഒരുമാതിരി തലവേദന ഉണ്ടാക്കുന്നു, പെട്ടെന്ന് അന്തരീക്ഷം വരുമ്പോൾ നമ്മുടെ അകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ അകത്ത് അശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവിന്റെ എക്സ്പ്രഷനുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ വുമൻ വാസ് ബൗണ്ട് ബൈ സ്പിരിറ്റ്. 18 വർഷമായി കൂലിയായിരുന്ന സ്ത്രീ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മത്തയിയുടെ സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഡീമൺ കോസ്ഡ് ബ്ലൈൻഡ്നെസ് ആൻഡ് മ്യൂട്ട്, അന്ധതയും ഊമനുമാക്കിയ സ്പിരിറ്റുകൾ. ദ ബോയ് ത്രോൺ ഇൻ ടു ഫയർ ആൻഡ് വാട്ടർ. കൂടെ ശരീരത്തെ വെള്ളത്തിലും തീയിലും തള്ളിയിടുന്ന ഒരു സ്പിരിറ്റ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ്. ശരീരത്തിലെ അധികാരമുള്ള, ശരീരത്തെ ബന്ധിപ്പിക്കുന്ന സ്പിരിറ്റുകൾ. അറ്റാക്ക് സോൾ, നമ്മുടെ ആത്മാവിൽ നമ്മുടെ ദേഹിയുടെ അകത്ത് എന്തൊക്കെയാണ്? നമ്മുടെ ദേഹിയുടെ അകത്ത് വിശേഷം കൈകാര്യം ചെയ്യുന്ന ഡിപ്രഷൻ, നമ്മുടെ അകത്ത് നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ലോൺലിനെസ്, ഡിപ്രഷന്, നമുക്കിനി ജീവിക്കേണ്ടത് തോന്നുന്ന തോന്നലുകൾ, കോൺസ്റ്റന്റ് നെഗറ്റീവ് തോട്ട്സ്, എപ്പോഴും ഏത് കാര്യത്തെയും നമുക്ക് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാത്രമേ വരുന്നതോ അത് നമ്മുടെ ദേഹിയുടെ അകത്തുള്ള ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ഫിയർ ആൻഡ് ആങ്സിറ്റി, നേരത്തെ പറഞ്ഞല്ലോ, ഫിയർ ഭയം, നാളെ കുറിച്ചുള്ള ഭയം, ആങ്സിറ്റി, കൺഫ്യൂഷനുകൾ, എപ്പം ഏത് തീരുമാനം എടുക്കാനുള്ള കൺഫ്യൂഷനുകൾ, ആംഗർ ആൻഡ് ബിറ്റർനെസ്, വേദനകൾ, കോപങ്ങൾ, ഇതെല്ലാം നമ്മുടെ ദേഹിയുടെ മേലുള്ള അഡിക്ഷനുകൾ, ഇതെല്ലാം നമ്മുടെ ദേഹിയുടെ മേലുള്ള അധികാരങ്ങളാണ്. അടുത്ത നമ്മൾ വായിക്കാൻ അറ്റാക്ക് ഓൺ ദ സ്പിരിറ്റ്, ലോസ് ഓഫ് ഡിസയർ ടു പ്രേ. നമ്മുടെ ആത്മാവിൽ എങ്ങനെയാണ് പിശാച് അധികാരത്തോട് പ്രവർത്തിക്കുന്നത്? ആത്മാവിൽ പ്രവർത്തിച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. പ്രാർത്ഥിക്കാനുള്ള ഡിസയർ ഇല്ല, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹമില്ല, താല്പര്യമില്ലാതെയാകുക, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ലാതെയാകുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ തന്ത്രം പിശാചിന്റെ പറഞ്ഞാൽ നമ്മൾ ആരും ഈ ഞായറാഴ്ചകളിൽ വല്ലപ്പോഴും തോന്നുമ്പോൾ മാത്രം പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ചെയ്യുന്നവരാണ്. റെഗുലർ ആയിട്ടുള്ള നമ്മളുടെ ബൈബിൾ പഠനങ്ങൾ നമ്മുടെ അകത്തില്ല, പ്രാർത്ഥനകളില്ല, അന്യഭാഷകൾ, ആരാധനകൾ കുടുംബത്തിന്റെ അകത്ത്, വീട്ടിന്റെ അകത്തില്ല, സഭയ്ക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോയ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്പിരിച്വൽ ഡ്രൈനെസ്, ഇതെല്ലാം ആത്മാവിന്റെ അകത്ത് പിശാച് പോരാടുന്നല്ലോ. ആളുകൾ ലൈഫിന്റെ അകത്ത് പ്രാർത്ഥന കുറവുകളുണ്ടെങ്കിൽ, ഡിഫിക്കൽട്ട് ബൈബിൾ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ നമ്മൾ കേട്ട് വന്ന ഉപദേശം അല്ലാതെ വേറൊരു ഉപദേശം കേൾപ്പാൻ നമ്മുടെ അകത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടാകുക, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാകുക. അട്രാക്ഷൻ ഓഫ് ഫാൾസ് ടീച്ചിങ്, റെസിസ്റ്റൻസ് ടു ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായി, മാസങ്ങളായി നമുക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. കൈയടിക്കുന്നു, പാട്ട് പാടുന്നെങ്കിലും നമുക്ക് പണ്ട് വരെ അനുഭവിച്ച ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ സ്പിരിറ്റിലുള്ള അറ്റാക്കുകളാണ്. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്ര പേർ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നത് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിലുള്ള അറ്റാക്കുകളാണ് ഇത്. അറ്റാക്ക് ഒരു സ്ഥലത്തുണ്ട്, നമ്മുടെ ദേഹിയിലുള്ള പിശാചിന്റെ അറ്റാക്കുകളുണ്ടോ, ആക്രമണങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിലും പിശാചിന്റേതായ ഇൻഫ്ലുവൻസുകൾ ഉണ്ട്. അതാണ് മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ 3 കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ സെഷന്റെ അകത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞത്.
ഓക്കെ, അടുത്തത് നമുക്ക് പോവാം. സ്പിരിച്വൽ വിക്കഡ്നെസ്. നാലാമത്തതാണ് സ്പിരിച്വൽ വിക്കഡ്നെസ്. ഒന്ന് നമ്മൾ വായിച്ചു, പ്രിൻസിപ്പിൾസ്, രണ്ട് അതോറിറ്റീസ്, രണ്ട് സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ വിക്കഡ്നെസിന്റെ ഹെവൻലി പ്ലേസ്. നാലാമത്തെ കാര്യം ഹെവൻലി പ്ലേസിലുള്ള സ്പിരിച്വൽ വിക്കഡ്നെസ് എന്തൊക്കെയാണ്? ദീസ് ആർ ഈവിൾ സ്പിരിറ്റ് ഓപ്പറേറ്റിംഗ് ഇൻ ദ അൺസീൻ സ്പിരിച്വൽ ഡൈമെൻഷൻ, influencing the world and people. പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലക്കാരൻ, ഡാർക്ക്നെസിന്റെ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തെയും ഒരു കമ്മ്യൂണിറ്റിയും ഉള്ളത്. എന്നാൽ ഹെവൻലി റിലംസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ് ഇൻ ദി ഹോൾ വേൾഡ് ആൻഡ് പീപ്പിൾ. ഇത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദീസ് സ്പിരിറ്റ്സ് യൂഷ്വലി ഓപ്പറേറ്റ് ബൈ ഇൻഫ്ലുവൻസിങ്. നേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഗവൺമെന്റുകൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഞാൻ പറഞ്ഞ പൊതുവെയുള്ള കൾച്ചറുകൾ, റിലീജിയൻസ്, മൾട്ടിപ്പിൾ റിലീജിയൻസ്, വ്യക്തികളുടെ അകത്ത് ഡിസ്ട്രാക്ഷൻ, സ്വന്തമായ റിലീജിയസ് ഉണ്ടാക്കുക, സ്വന്തമായി തന്നെത്താൻ ദൈവം എന്ന് കാണിക്കുക. ഇതൊക്കെ എന്താ ഒരു ഹെവൻലി റിലവന്റ് അകത്തുണ്ടാകുന്ന സ്പിരിറ്റുകൾ മനസ്സിലാക്കിക്കോണം. ഓക്കെ, ലാർജർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നേഷൻ, ഗവൺമെന്റ്, culture, religion, larger group of people, they spread systematic evil and wickedness. ഇത് എന്ത് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക്കലി ദേശത്തെ മുഴുവനും രാജ്യങ്ങളെ മുഴുവനും ബാധിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ അകത്ത് അധികാരം, ഭയങ്കരമായി വാഴ്ചകളുണ്ട്, ആത്മമണ്ഡലത്തിലുണ്ട്. ആകാശത്തിന്മീതെ ദൈവം ആദമോട് പറയാം, ആകാശത്തിന്മീതെ അധികാരം നിനക്ക് നൽകുന്നു, ഭൂമിയിൽ അധികാരം നൽകുന്നു, വെള്ളത്തിന്റെ മേൽ അധികാരം നൽകുന്നു, ഭൂമിയിൽ. നമ്മുടെ 3 തലങ്ങളുണ്ട് ഈ സ്പിരിറ്റ് ലെവൽ വർക്കാണ്. ഒന്ന് സ്പിരിറ്റ് ലെവൽ മുകളിലുണ്ട്, 2 ഭൂമിയിലുണ്ട്, 3 ഭൂമിയിൽ കീഴ് ഉള്ള അധികാരങ്ങൾ, 3 അധികാരങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് എക്സ്ട്രീം സെക്ഷൽ ഇമോറാലിറ്റി കൊണ്ടുവരുന്നത്. ലോകത്തിന്റെ കാലഘട്ടത്തിൽ പോലെ ദേശം മുഴുവനും ഒരുപോലെ ഇതിനകത്തോട്ട് പോകാം. എക്സ്ട്രീം സെക്ഷൽ ഇമോറാലിറ്റി ഇപ്പോൾ ഉണ്ടാകുന്ന LGBTQ ദേശം, പല ദേശങ്ങളുടെ അകത്ത് വ്യാപരിക്കുക. LGBTQ എന്താ പറഞ്ഞ, ആണിനോടും പെണ്ണിനോടും വിവാഹം ചെയ്യുന്ന സിസ്റ്റം, ദേശങ്ങളെ മുഴുവനും മാറ്റുന്ന സിസ്റ്റങ്ങൾ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ഒക്കൾട്ട് പവർ, ഇതെല്ലാ ദേശങ്ങളുടെ അകത്തും പ്രവർത്തിക്കുന്നതാണ്. ഫാൾസ് റിലിജിയൻ, എല്ലാ ദേശത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഡിസെപ്ഷനുകളാണ്. ബ്ലാസ്ഫമി, റിബില്യൻ അഗേൻസ്റ്റ് ഗോഡ്, ദൈവത്തോടും മറുതലിക്കുന്ന സാത്താന്യ സഭകൾ. നമ്മളൊക്കെ ചിന്തിച്ചു പോലെ നോക്കാൻ, സാത്താൻ എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ഒരു കാലം പോയി, സാത്താനെ ആരാധിക്കുന്ന സഭകൾ വരെ നിർണയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം വന്നു ചേർന്നിരിക്കുകയാണ്, അല്ലെ? എത്രയോ സാത്താന്യ സഭകളുണ്ട്. ഓക്കെ, കറപ്ഷൻ, വയലൻസ്, എന്താ പറഞ്ഞ, കൊലപാതകങ്ങൾ, അപ്പനമ്മയെ കൊല്ലുന്നു, കുഞ്ഞുങ്ങൾ, തലമുറകളെ കൊല്ലുന്നു, 8 വയസ്സും 8 മാസമുള്ള പിഞ്ച് പൈതലുകളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആക്കുന്നു. ഇത് ഈ സിസ്റ്റത്തെ മുഴുവനും കറക്റ്റ് ചെയ്യുന്ന സ്പിരിറ്റാണ് ഹെവൻലി റിലംസിലുള്ള സ്പിരിറ്റ്. എത്ര പേർക്ക് മനസ്സിലായി? കുറെ കാര്യം മനസ്സിലായോ? ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പോട്ട് നോക്കട്ടെ. സ്വപ്നത്തിന്റെ കാര്യം ഞങ്ങൾ തുറത്തിടാം. അടുത്ത ആഴ്ച നമുക്ക് അത് കണ്ടിന്യൂസ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് ഞാൻ വിചാരിക്കുന്നു. എന്റെ നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് നിങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് എനിക്ക് കാണുന്നില്ല, ഇടയ്ക്ക് ഡിസപ്പിയർ ആകുന്നു. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഇതെല്ലാം ദൗർബല്യമായ നമ്മുടെ ആത്മതലത്തിൽ നമ്മൾ ഇന്ന് വരെയും കാണാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ 24 മണിക്കൂർ ഇപ്പോഴും ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും, ദാവീദ് ഗോലിയാത്തിനെ വന്ന കഥയും, ശിംശോന്റെ കഥയും അത് കൈകാര്യം ചെയ്യുന്നവരെ കൂടെ മാറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, സ്വർലോകത്തിലും ഭൂലോകത്തിലും ഞാൻ എനിക്ക് ലഭിച്ച അധികാരം മുഴുവൻ നിങ്ങൾക്കും തരുന്നു. ഓക്കെ, ഇതെല്ലാം ആ സ്പിരിറ്റുള്ളമാണ്. ആ 4 നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ ഉണ്ടാകുന്നത് സ്പിരിറ്റുവൽ ലംഘകളാണ്. നമുക്ക് സാവകാശങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുമെങ്കിൽ നമ്മൾ അതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ പഠിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അതിന്റെ മേൽ ജയം എടുക്കേണ്ട കാര്യത്തിന്റെ മേൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ നല്ലതാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അടുത്ത തലമാണ് ഡ്രീംസ്. ഡ്രീംസിന്റെ അകത്തും നമുക്ക് 3 സ്പിരിച്വൽ വാർഫെയർ. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞത് നമ്മൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, ആരാധനയിൽ സംഭവിക്കുന്ന സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, പ്രസംഗിക്കുമ്പോൾ ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ചെയ്യുന്ന സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞ അബ്നോർമൽ കോൺഷ്യസിന്റെ അകത്ത് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. ഈ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ എന്താ പറഞ്ഞ
ബോധവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന സ്പിരിച്വൽ വാർഫെയറുകളാണ്. ഓക്കെ, ഒരു 20 കൂടുതലുള്ള ഡ്രീംസുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൂടി 4-5 മാത്രമേ കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി മനസ്സിലാകും. ഓക്കെ, ഡ്രീംസ് ക്യാൻ കം ഫ്രം 3 സോഴ്സസ്. 3 സോഴ്സിൽ നിന്നാണ് നമുക്ക് സ്വപ്നങ്ങൾ ലഭ്യമാകുന്നത്. സാധ്യതകൾ 3 സോഴ്സുകളുണ്ട് നമുക്ക് സ്വപ്നങ്ങൾ ലഭ്യമാകാൻ. ഡ്രീമിന് 3 സോഴ്സ് ഏതൊക്കെയാ ബിബ്ലിക്കൽ നോക്കുമ്പോൾ? ഫ്രം ഗോഡ്, ഫ്രം അവർ സോൾ ആൻഡ് മൈൻഡ്, ഫ്രം ഡീമണിക് അറ്റാക്ക്, സൈൻസ് ഓഫ് സ്പിരിച്വൽ വാർഫെയർ. ഓക്കെ, അവിടെ നിരവധി വചനങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് യോബിന്റെ പുസ്തകത്തിൽ ഇത് മാത്രം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ഗോഡ് സ്പീക്സ്, സ്വപ്നത്തിൽ കൂടി അബ്രഹാമിന്റെ കാലം മുതൽ ദൈവം ഇങ്ങനെ സ്വപ്നത്തിൽ കൂടി എല്ലാം സംസാരിച്ച് വരുന്ന നമുക്ക് ഒത്തിരി ഭാഗങ്ങളുണ്ട്. അപ്പം ഒന്ന് ദൈവം നമ്മളോട് സ്വപ്നത്തിൽ സംസാരിക്കും. ചില സ്വപ്നങ്ങളൊക്കെ കാണിക്കുന്നത് ദൈവം നമ്മളെ കാണിക്കുകയാണ് ഇന്നത് സംഭവിക്കാൻ പോകുക. 2, നമ്മുടെ ആത്മതലത്തിൽ നമ്മുടെ മൈൻഡിൽ കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെയാണ്? ഈ കൊച്ചു പിള്ളേർ കണ്ടുണ്ടോ? സ്കൂളിന്റെ അകത്ത് പിക്നിക്ക് പോകാൻ അവർ ഡിക്ലെയർ ചെയ്തു. പിക്നിക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പേ പിള്ളേർക്ക് സ്വപ്നം കണ്ടു തുടങ്ങും. പിക്നിക് സ്പോട്ടിൽ നിൽക്കുന്ന പോലെയും വാട്ടർ വെള്ളത്തിൽ ചാടുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങും. എന്തുകൊണ്ടാണ്? അവരത് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ എന്താണോ, ഞാൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എന്താണോ രാത്രി ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് അന്ന് രാത്രി മുഴുവൻ നമ്മുടെ ആത്മതലം അവിടെയായിരിക്കും. അതുകൊണ്ടാണ് രാവും പകലും ഒരു മനുഷ്യൻ വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോഴും നീ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് വചനം ചിന്തിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി മൊത്തം നിനക്ക് ആ തലത്തിലുള്ള ആത്മതലത്തിലുള്ള കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിക്കും. നിന്റെ ആത്മാവ് ആ തലത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. നമ്മൾ കാണുന്ന ഒരു നല്ല ശതമാനം സ്വപ്നങ്ങൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ, അതുകൊണ്ടാണ് അടി ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. അടി ഉണ്ടാക്കി കിടന്ന് ഉറങ്ങുമ്പോഴത്തേന് ഭാര്യ കയറി കുത്തുന്ന പോലെ സ്വപ്നം കാണും ചിലപ്പോൾ. എന്തൊക്കെ ഈ വൈരാഗ്യങ്ങൾ വെച്ചിട്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എന്ത് ചെയ്യുക? പറഞ്ഞ് തീർക്കുക. അല്ല രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കും. നമ്മളതൊക്കെ ഈ പലത് സംഭവിക്കാനുള്ള കാരണം ആ സ്പിരിറ്റ് അകത്ത് കയറുന്നുണ്ടാകും കേട്ടോ. കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിലൊക്കെ ഒരു ചെറുക്കൻ, ഒരു പെന്തോകോസ് ചെറുക്കൻ അപ്പനും അമ്മയും അടിച്ചു പോകുന്ന കഥകൾ കേട്ടായിരുന്നു നിങ്ങള്. സാറ്റനിക് വർഷിപ്പിനകത്ത് കയറിയിട്ട് അവന്റെ ഒരു ആത്മതലത്തിൽ അവനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആരെങ്കിലും ചാകുമ്പോൾ ആത്മാവ് പുറത്തു പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലുള്ള പവർ കിട്ടും. അപ്പൊ ആ പുറത്തു പോകുന്ന ആത്മാവിനെ കാണാൻ രാത്രി ചുറ്റിയെടുത്ത് സ്വന്തം അപ്പനമ്മയും തലയടിച്ചു കൊന്നു. പിന്നീട് ഇതെല്ലാം ചെന്ന് തപ്പിയപ്പോഴാണ് അവന്റെ അറയ്ക്കകത്ത് മുഴുവൻ സാറ്റനിക് വർഷിപ്പിന്റെ സാധനങ്ങളൊക്കെ കണ്ടെത്തിയപ്പോഴാണ് ഇതെല്ലാം കണ്ടെത്താൻ തുടങ്ങിയത്. നമ്മൾ ചിലതെല്ലാം നമ്മൾ ഈ കോപത്തിൽ പലതെല്ലാം പറഞ്ഞിട്ട് കിടക്കുമ്പോൾ രാത്രി തന്നെ നിങ്ങളെ സമരസമായിട്ട് കിടക്കാവുള്ളേ. രാത്രി ആത്മാവ് ഏതെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ പണിയാണ്. നമ്മളത് മനസ്സിലാക്കിക്കോളും. ഓക്കെ, അതാണ് രാത്രി സ്പിരിച്വൽ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഭയങ്കര എന്താ പറയുക, ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞതല്ലേ. ഉണർന്നിരിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, അല്ലാതെ രാത്രി ഓട്ടം വന്നിരിക്കുന്നതല്ല. ഇങ്ങനെയാണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ദൈവം കാണിക്കുന്നു, നമ്മൾ മനസ്സുകൊണ്ട് കാണിക്കുന്നു. 2 ഡീമാനിക് അറ്റാക്കുകളുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ചില കോമൺ ഡ്രീംസും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ സ്വപ്നം നമ്മൾ സാധാരണ പലരും കാണുന്ന സ്വപ്നങ്ങളാണ്. 1, സ്വപ്നത്തിൽ കൂടെ എന്തിനെ കാണുക? സർപ്പത്തെ കാണുക. പാമ്പിനെ നമ്മൾ സ്വപ്നം കാണുന്ന ആൾക്കാർ ആരെങ്കിലും വന്ന് നിങ്ങളോട് ഇന്നൊരു സർപ്പത്തെ സ്വപ്നം കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കിക്കോണം അത് എന്തിനെ കുറിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു കോമൺ ഇന്റർപ്രിട്ടേഷൻ തരുന്ന കേട്ടോ. നിങ്ങൾ ഒരു വെറും എന്താ പറയുക പഠിപ്പീരായി ഇത് എടുക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഓക്കെ സോറി ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിപ്പീരായി എടുക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതൊരു കോമൺ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഏത് സ്വപ്നവും കോമൺ ഇന്റർപ്രിട്ടേഷന്റെ അപ്പുറത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ചോദിക്കണം. അതിന്റെ പ്രോപ്പർ ഇന്റർപ്രിട്ടേഷൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കണം. അത് വളരെ ആവശ്യമാണ്. എന്നാൽ ഇത് ബിബ്ലിക്കലി കോമൺ ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ ഒരു സ്വപ്നം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കട്ടെ. സ്വപ്നം എന്താണ്? പാമ്പിന്റെ സർപ്പത്തിന്റെ സ്വപ്നം എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് ബിബ്ലിക്കലി? സീയിങ് എ snake in a dream often symbolizes spiritual warfare. Snake as a mentioned by biblically നമ്മൾ നോക്കുമ്പോഴത്തേന് common associated with deception, danger, evil, demonic activity, എന്താ പറയുക, ഒരു വാണിംഗ് ആണ്, മെസ്സേജ് ഫ്രം ഗോഡ്. ഈ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് കാണിക്കും, ദൈവം പോലും നമുക്ക് കാണിക്കും. കാരണം അത് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടെയാണ്. ദ കണ്ടസ്റ്റ് ഓഫ് ദ ഡ്രീം
കോണ്ടെക്സ്റ്റ് ഡ്രീം പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് മീനിങ്. നമ്മൾ ഈ സർപ്പത്തെ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തോ ഒരു അറ്റാക്കുകൾ നമ്മുടെ അകത്തുണ്ട്, ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്ന സ്വപ്നം. എന്തൊക്കെ അറ്റാക്കുകളാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒന്ന്, നമുക്കെതിരെ ആരോ വിച്ച് ക്രാഫ്റ്റ്, നമുക്കെതിരെ ആരെങ്കിലൊക്കെ ആവിചാരങ്ങൾ മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സർപ്പത്തിന്റെ സ്വപ്നങ്ങൾ നമുക്ക് കൂടെ വരും. അതെങ്ങനെയാ കാണിക്കുന്നത്? സർപ്പം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കണം, ആരോ നമുക്ക് വിരോധം എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മന്ത്രവാദം എന്തോ മന്ത്രവാദി മാത്രമല്ല, ചിലപ്പോഴേക്ക് രക്ഷിക്കപ്പെട്ടവന്ന പുതുതായിട്ട് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരുടെ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരും രക്ഷിക്കപ്പെട്ട് കാണുന്നില്ല, അവര് നമ്മുടെ പേരൊക്കെ പറഞ്ഞ അമ്പലത്തിൽ എന്ത് ചെയ്യും? പൂജിക്കും. അവർക്കത് ദൈവമാണെങ്കിൽ നമുക്കറിയാമല്ലോ, ബിബ്ലിക്കൽ കാര്യങ്ങൾ അറിയാലോ. സോ വിച്ച് ക്രാഫ്റ്റ് അത് കാണിക്കുന്നതാണ്. രണ്ട്, സാറ്റനിക് ഡിസെപ്ഷൻ, നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ആരോ തോട്ടത്തിൽ ഉള്ളത് തന്നെയാണ് വഞ്ചിച്ചത്, തോട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്, പുതിയതായിട്ട് വന്നതാണ്. നീ ആരാണെന്ന് ചോദിച്ചാൽ സ്ഥിരം കാണുന്നതാണ്. അപ്പം സ്ഥിരം കാണുന്ന ആരോ നമ്മളെ ഒരു വഞ്ചനയിലേക്ക് നയിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ് രണ്ട് ഡിസെപ്ഷൻ. ഈ സർപ്പത്തിന്റെ മനസ്സിലാക്കണം. ഓക്കെ, ആത്മതലത്തിലും നമ്മുടെ കൂടെ ശുശ്രൂഷ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ വഞ്ചിക്കാൻ സാധ്യതകളുണ്ട്. അത് കണ്ടിട്ട് ദൈവം നമ്മളെ ചിലപ്പോൾ വാർണിംഗ് തന്നെ കാണിക്കുന്ന. മൂന്ന്, ജനറേഷണൽ ആൻഡ് ആൻസെസ്ട്രൽ കേഴ്സ്, പാരമ്പര്യമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്താ പറഞ്ഞ കേഴ്സുകളുണ്ട്, ശാപങ്ങൾ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ എന്താ പറയുക സ്വപ്നത്തിൽ നമ്മൾ സർപ്പത്തെ കാണുന്നത്. അത് നമ്മൾ കാണുമ്പോൾ ഈ പട്ടി നമ്മളെ ഓടിക്കുന്ന പോലെ കാണുന്ന സ്വപ്നങ്ങൾ, സാധാരണഗതിയിൽ ചിലരൊക്കെ ഞെട്ടി വരുന്നൊക്കെ രാത്രി പട്ടി ഓടിപ്പിക്കുന്ന പോലെയൊക്കെ കണ്ടിട്ട്, നമ്മൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നെങ്കിലും നമ്മൾ ഇതിന്റെ അകത്ത് ആത്മതലത്തിൽ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അങ്ങനെയുള്ളതല്ല, ഞാൻ പറഞ്ഞത് എല്ലാം അങ്ങനെയുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചില സ്വപ്നങ്ങൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കണം എന്താണെന്ന്. അല്ലെങ്കിൽ സ്വപ്നത്തിന് വ്യാഖ്യാനമുള്ളവർ ചോദിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയ ശുശ്രൂഷകളാണ് സ്വപ്ന വ്യാഖ്യാന ശുശ്രൂഷ, അന്യഭാഷ വ്യാഖ്യാന ശുശ്രൂഷ, ആത്മാക്കളെ വിവേചിച്ചറിയുന്ന ശുശ്രൂഷകൾ. ഇതെല്ലാം കൊണ്ട് എല്ലാവരും പറയുന്ന ഹീലിംഗ് മാത്രം വരും. നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. Being just indicates an unfinished spiritual battle or a sin you are avoiding that is now confronting you, demanding attention. നമ്മൾ ഏതെങ്കിലൊക്കെ യുദ്ധം ചെയ്ത് അതിനെ ശരിക്കുള്ള ലെവലിൽ യുദ്ധം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ അത് നമ്മൾ ഇപ്പോൾ പിന്തുടർന്നുണ്ടെങ്കിൽ നമുക്കത് കാണും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ചെന്നൈയിലായിരുന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ചെന്നൈയിലെ മീറ്റിംഗ് കഴിഞ്ഞ് എന്താ പറയുക, മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ, ചെന്നൈയിൽ മീറ്റിംഗിന്റെ അകത്ത് ഒരു പുള്ളിക്കാരി ചില അമ്പലത്തെല്ലാം പോകുന്ന വഴിക്കെല്ലാം കയറി പ്രാർത്ഥിച്ച് അവസാനം അവിടത്തുള്ള ആത്മാക്കളും ഇതിനകത്ത് കയറി ഉണ്ടായിരുന്ന. അപ്പൊ ശരിക്കുള്ള സ്പിരിറ്റുകളുടെ അകത്ത് ജയിക്കാതെ നമ്മൾ വിട്ട സ്പിരിച്വൽ വാർഫെയറിനെ ജയിക്കാതെ വിട്ട ചില സ്പിരിറ്റുകൾ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. രണ്ട്, ഇതെന്തിനാ കാണിക്കുന്നത്? അവോയ്ഡിങ് ഒരു പാപം, നമ്മുടെ ഏതോ ഒരു പാവം, നമ്മുടെ ഒരു ഇഷ്ടം നമ്മൾ ഇപ്പോഴും ജയിക്കാൻ നമ്മുടെ പിന്തുടരുന്നു, നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്നു. നായനെ കുറിച്ച് വായിക്കും, ബൈബിളൊക്കെ വായിക്കുന്നത് ബാക്ക് സ്ലൈഡിങ് അല്ലെ? അതാണ് പറയുന്നത്, dog is a fleshly captain which makes us go back to the filthy actions we had repented. Stop. നമ്മൾ വേണ്ടെന്ന് നിർത്തിയതിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മുടെ അകത്ത് ഉണ്ടെന്നുള്ളതിനെ കാണിക്കുന്നതാണ്. ഏതെങ്കിലും പാവം വേണ്ടെന്ന് വെച്ചാൽ പാപം, വേണ്ടെന്ന് വെച്ചാൽ കോപം, വേണ്ടെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പട്ടികളുടെ സ്വപ്നം കാണുമ്പോൾ മനസ്സിലാക്കിക്കണം. നീ വേണ്ടെന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്പ്, അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് ആകട്ടോ, കുടുംബ ബന്ധങ്ങളല്ല ഞാൻ പറഞ്ഞത്. നീ വേണ്ടെന്ന് വെച്ചാൽ അനാവശ്യമായുള്ള ബന്ധങ്ങൾ. ചിലപ്പോൾ പെട്ടെന്ന് ഫേസ്ബുക്കിൽ കാണും, ഇൻസ്റ്റാഗ്രാമിൽ കാണും, നമ്പർ ചോദിക്കും, കാണാമെന്ന് പറയും. മനസ്സിലാക്കിക്കോണം, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ബാക്ക് സ്ലൈഡിങ് ഞാൻ പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി തരാം. ഒന്ന്, ബാക്ക് സ്ലൈഡിങ്. 2, അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ആൻഡ് ബാറ്റിൽസ്. 3, സിമ്പിൾ ഓഫ് അൺക്ലീൻനെസ്, ഇമ്മോറാലിറ്റി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്തുണ്ട്. അത്ഭുതമാണ് താൻ വോമിറ്റ് ചെയ്തതിനെ സംബന്ധിച്ചവരെ തിന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്പിരിറ്റ് ഉണ്ട് നമ്മുടെ അകത്ത്. എന്താ പറയുക, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇമ്മോറാലിറ്റി, അശുദ്ധത്തിന്റെ ഒരു ആത്മാവോ നമ്മളെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടെയാണ് അത്. ഓക്കെ, ഞാൻ വേഗത്തിൽ പോകാം കേട്ടോ, നിങ്ങളിതെല്ലാം പിന്നീട് നിങ്ങൾ മനസ്സിലാക്കാം. 3, teeth falling in dreams. ഈ പല്ല് വീഴുന്നത് പോലെ സ്വപ്നം കാണുക. പല്ല് വീഴുന്നത് പോലെ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത ഉള്ളവരെ മാറും. ഈ മറ്റു സ്വപ്നങ്ങളൊക്കെ ജാഗ്രത വേണ്ടതല്ല. മറ്റു സ്വപ്നങ്ങളൊക്കെ നമുക്ക് ആത്മതലത്തിൽ നമ്മൾ
നമുക്ക് സിമ്പിളി ജയിച്ച് കയറാൻ കഴിയും. അതിന് അടുത്ത ആഴ്ചകളിൽ നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. എന്നാൽ ഈ ഡ്രീം ഓഫ് ഫോളിങ് ഓഫ് ടീപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് എന്താ പറയുക, നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ വിസ്ഡം നമ്മൾ ലൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ്. നമ്മൾ കടിക്കുക, നല്ല സ്ട്രോങ്നെസ് കാണിക്കുന്ന അല്ലെ. ഈ ഏജ്, പ്രത്യേകിച്ച് ഏജ് ഗ്രോത്തിനൊക്കെ കാണിക്കുന്ന പല്ല് അല്ലെ. പഴയ നിമിഷത്തിലൊക്കെ കർത്താവ് പറഞ്ഞു, ഞാൻ അവരുടെ പല്ല് തകർക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇടിച്ച് പല്ല് തകർക്കുന്ന കാര്യമല്ല. നമ്മൾ പറഞ്ഞല്ലോ അടിച്ചിട്ട് പല്ല് പൊട്ടിയെന്ന് പറഞ്ഞാൽ ആ പരിപാടിയല്ല. കർത്താവ് പല്ല് തകർക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ബലത്തെ അവൻ ഇല്ലാതെയാക്കും. പഴയ നിമിഷത്തിലൊക്കെ വാക്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദ ഗ്രോസ് ഫാൾസ് ഷോസ് ദേ ആർ ലൂസിങ് ദ സ്ട്രെങ്ത്. നിന്റെ ബലം സൂക്ഷിച്ചു പോകുന്നു, ആത്മീക ബലം വിട്ടുപോകുന്നു. ലൂസിങ് സിഗ്നിഫിക്കൻസ്, നിന്റെ ശബ്ദം, നിനക്കുള്ള ശബ്ദമില്ലാതെയാകുന്നു. എന്താ പറഞ്ഞ സ്പിരിച്വൽ ഒപ്രഷൻ നിങ്ങളുടെ അകത്ത് കയറും. ലോസ് ഓഫ് വിസ്ഡം, ലോസ് ഓഫ് പവർ, അതോറിറ്റി. നമ്മുടെ ലൈഫിന്റെ അകത്തുള്ള സ്ട്രെങ്ത്, പവർ എല്ലാം നമ്മൾ ലൂസ് ആകുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ്. ലോസ് ഓഫ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അറ്റാക്ക് അഗൈൻസ്റ്റ് കോൺഫിഡൻസ്. പല്ല് വീഴുന്ന പോലെ സ്വപ്നം കണ്ടാൽ ഈ സ്വപ്നത്തെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും സ്വപ്നം കണ്ട് നിങ്ങൾ ഞെട്ടി എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിനെ മേൽ ജയം പ്രാപിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, കർത്താവ് സ്വപ്നം നമ്മളെ കാണിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഫോർ എക്സാമ്പിൾ, അടുത്ത ആഴ്ച ആക്സിഡന്റ് ആകുന്ന പോലെ കർത്താവ് കാണിക്കുന്നു. നമ്മൾ ആക്സിഡന്റ് ആകുന്നുണ്ട്, കർത്താവ് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കാണിച്ച് പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്? പരിഹാരമുണ്ട്. ഈ പല കണ്ട സ്വപ്നങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് അത് ചുമ്മാ കണ്ട സ്വപ്നമാണ് കാണില്ലേ. എവിടെയൊക്കെയോ നമ്മുടെ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, നമ്മുടെ ആത്മതലത്തിൽ നമ്മൾ അറിയാതെ അന്യഭാഷ പറഞ്ഞപ്പോൾ അത് നമ്മൾ ജയിച്ചു എന്നുള്ളതിന്റെ അർത്ഥമാണ്. നമ്മുടെ അറിവില്ലായ്മ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആ കണ്ട സ്വപ്നം നടക്കുന്നില്ല എന്നോ നോ. അത് ചില ദേവദാസ് പറയും, ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നത് കാണുമെന്ന് പറയും. പക്ഷെ നമ്മൾ ഇതിന് പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ കള്ളപ്രവാചകനെന്ന് പറയുന്നു. ഈ ആഫ്രിക്കയിൽ ഒരു പാസ്റ്റർ ഈ ഡിസംബർ 25 മുമ്പ് പെട്ടകം ഉണ്ടാക്കി, അറിഞ്ഞായിരുന്നോ? ലോഹന പെട്ടകം ഉണ്ടാക്കി, അറിഞ്ഞായിരുന്നോ? നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടില്ലേ? അയ്യോ, നിങ്ങൾ പോയി തപ്പിക്ക് നോക്കിയ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഭയങ്കര ഫേമസ് ആയതാ. ഡിസംബർ മാസം പുള്ളിക്കാരൻ പറഞ്ഞു, ഡിസംബർ 25 ലോകം മൊത്തം നശിക്കാൻ പോവുക, യഹോവയായ ദൈവം എന്നോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. പുള്ളി ചാക്ക് കൊണ്ടൊക്കെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടാക്കിയിട്ട് വലിയൊരു പെട്ടകം പണിതു. ആ പെട്ടകം പണിയുന്ന ഇഷ്ടംപോലെ ആൾക്കാര് അവന് പൈസ അയച്ചു കൊടുത്തു. അതാണ് അതിന്റെ രസം. ഇഷ്ടംപോലെ ആൾക്കാർ ലോകത്തിന് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞ് ഡിസംബർ 25 ലോകം നശിക്കാൻ പോകാൻ നിങ്ങൾക്ക് ആർക്കും ലക്ഷപ്രാർത്ഥനകൾ ഓടി വന്ന് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ഡിസംബർ 25 അപ്പോൾ ആഫ്രിക്കയിലെ ചില ഗ്രാമങ്ങൾ മുഴുവനും ഗ്രാമം കാലിയാക്കി പെട്ടകത്തിൽ വാതിക്കെത്തി നിൽക്കുമ്പോൾ പുള്ളിക്കാരനെ കാണുന്നില്ല. അവിടെ എല്ലാം വെയിറ്റ് ചെയ്ത് 2-3 മണിക്കൂർ പുള്ളിക്കാരൻ വന്നിറങ്ങിയത് മെർസിഡീസ് ബെൻസിൽ. പെട്ടകം ഉണ്ടാക്കിയ ഒരാഴ്ച പൈസ എല്ലാം കൊണ്ട് പുള്ളി നല്ല ബെൻസ് കാർ വാങ്ങിച്ചോട്ട് ബെൻസിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ഡിസംബർ 25 നാശം ഒന്നും സംഭവിച്ചത്. ആൾക്കാരെല്ലാം കൂടെ ഇളകി. എന്താ സംഭവിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ നാശം സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ കളത്തര പരിപാടിയല്ല. നമ്മൾക്ക് ദൈവം ചിലതെല്ലാം കാണിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകുമ്പോൾ അത് നമ്മൾ വെറുതെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കരുത്, ചിന്തിക്കരുത്. ഓക്കെ, വേഗത്തിൽ പോകാം. ഓക്കെ, അടുത്ത 1-2 കൂടെ കണ്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, സമയമായിരുന്നു. ഹെയർ ഫാളിങ് ഇൻ ഡ്രീംസ്, നമ്മുടെ സ്വപ്നത്തിൽ മുടി പൊഴിയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും മുടി നമ്മൾ വെട്ടിയെടുക്കുന്ന പോലുള്ള സ്വപ്നങ്ങൾ, നമ്മൾ തന്നെ നമ്മുടെ മുടി പറിച്ചെടുക്കുന്ന പോലെ സ്വപ്നങ്ങൾ, അത് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ബിബ്ലിക്കലി മുടി എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഗ്ലോറിയാണ് മുടി കാണിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഗ്ലോറിയാണ്. നമ്മുടെ ലൈഫിന്റെ അകത്ത് നമ്മുടെ മേൽ ഇരിക്കുന്ന ഗ്ലോറി നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. ആ കാണുന്ന നമ്മുടെ സ്വപ്നങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ആകുന്നു, വൾനറബിൾ ആകുന്നു, നമ്മളുടെ വ്യക്തികളുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ലൂസിങ് ഓഫ് കൺട്രോൾ ഓഫ് സിറ്റുവേഷൻസ്, സിക്കിങ്. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ചോദിക്കേണ്ടത്. മുടി കാണിക്കുന്നത് എന്താ? ബ്യൂട്ടിയെ കാണിക്കുന്നു. ഷിംഷോന്റെ കാര്യം നമുക്കറിയാം, മുടിയുടെ കാര്യങ്ങൾ നമുക്കറിയാം, ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട്. ഡ്രീം ഓഫ് ഹെയർ ലോസ് ഓഫ് മെനി ഇൻഡിക്കേറ്റ് സ്പിരിച്വൽ അറ്റാക്മെന്റ്സ് വീക്കൻസ് യുവർ ഫെയ്ത്ത്. ഞാൻ അതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ലൂസ് ഓഫ് കവറിങ്. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കവറിങ്, ആ ഗ്ലോറി നഷ്ടപ്പെടുന്നു. ദൈവം ചിലരോടൊക്കെ നീണ്ടകാലം ഇടപെടും, സംസാരിക്കും, മാനസാന്തരപ്പെടാൻ വഴിവിട്ട് മാറി തിരികെ വരാൻ. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അതിന്റെ കവറിങ് എടുത്തു കളയും.
ആ കവറിങ് എടുത്ത് കളയുമ്പോൾ കവറിങ് നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന സ്വപ്നങ്ങൾ. ലോസ് ഓഫ് കവറിങ്, ഗ്ലോറി, ലോസ് ഓഫ് അനോയിന്റിങ്. നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടാൻ പോകുന്നു. 3, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അതോറിറ്റി, നിന്റെ മേൽ തന്നിരിക്കുന്ന ദൈവികമായ അധികാരങ്ങൾ നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളതിന്റെയും കൂടെ ഒരു തെളിവാണ്. ഓക്കെ, ഇത്രയും മതി. ബാക്കി ഇനി അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഒത്തിരി കാര്യം ഉണ്ടെങ്കിലും ഒത്തിരി സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എത്ര പേർക്ക് മനസ്സിലായി? അടുത്തുള്ള വ്യക്തി പറഞ്ഞ് മനസ്സിലായി പാസ്റ്റർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആത്മീക തലത്തിന്റെ അകത്ത് ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നമ്മളെ ക്ലോസ് ചെയ്തുള്ളൂ. ഒന്നും നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞല്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും എല്ലാം ജയിക്കുന്ന ഒരു ജയാളിയായ ജയനോർത്തുന്നത്. ഈ അൺസീൻ റിലവന്റ് അകത്ത് നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വ്യക്തിപരമായി തനിച്ചിരിക്കുമ്പോഴാണ്, സഭായോഗത്തിലല്ല. ആ തെറ്റിദ്ധാരണ അവിടെ അകത്ത് മാറണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പൊതുവെ വരുമ്പോൾ പൊതുവെ ഉള്ളവന്റെ ഇഷ്ടങ്ങളും ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കണം. അന്യഭാഷ പറയുന്നവൻ തനിക്ക് വർധനം ഉണ്ടാക്കുന്നു. നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് എത്രമാത്രം അന്യഭാഷ പറയുന്നത്, മാത്രമാത്രം അന്യഭാഷ പറയുമ്പോൾ നമ്മൾ ആ തനിച്ച് വിളവിന്റെ അകത്ത് വിലയിരുത്തും നടന്നുകൊണ്ടിരിക്കും. ബോധിയോഗിച്ചോ പാസ്റ്റർ ചൈനയുടെ പുള്ളിക്കാരോട് ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്, റിപ്പോർട്ടർ ചോദിച്ച ചോദ്യമാണ്, ഇത്ര ലക്ഷങ്ങൾ ജനങ്ങളുണ്ടോ, ഇത്ര ലക്ഷങ്ങളുടെ ജനങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എങ്ങനെ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കും? പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം, എനിക്ക് ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, പക്ഷെ അവരെല്ലാം പറഞ്ഞ വിഷയങ്ങൾ എന്റെ അകത്തുള്ള ആത്മാവ് കിട്ടുന്നുണ്ട്. ആത്മാവ് മറക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നിട്ട് 3 മണി മുതൽ 2 മണിക്കൂർ അന്യഭാഷ ആരാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാം എന്ത് ചെയ്യും? ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റൊരു ഭാഷ പറഞ്ഞ ഉദാഹരണമാണ്, പ്രാർത്ഥനയ്ക്ക് മിനിസ്ട്രിക്ക് പോകുന്ന മുമ്പ് 10 മെഷീൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. വണ്ടി വാഹനങ്ങൾ ആക്സിഡന്റ് ആകാതെ സൂക്ഷിക്കാൻ, വ്യക്തികൾ വരാൻ, ആത്മാക്കൾ കൂടാൻ, രക്ഷ പ്രാപിപ്പാൻ തീരുമാനിക്കാൻ എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം 10 മിനിറ്റ് അന്യഭാഷയിലും പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? ചിലപ്പോൾ നമ്മൾ അറിയാത്ത മേഖലയിലേക്ക് അത് വിശ്വാസം എവിടെയെങ്കിലും എന്തെങ്കിലും തന്ത്രം ഓടിച്ചു, ചിലപ്പോൾ സ്റ്റേജിൽ ഇടിച്ചു കളഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ അറിയാത്ത തലത്തിൽ കൂടെ എന്ത് ചെയ്യും? കയറി അതിന്റെ യുദ്ധം വെളിപ്പെടും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം കണ്ണുകൾ